സൗരന്മാരെ ക്രിസ്തുവിൽ സ്നേഹവന്ദനം. നമ്മൾ റോമാലേഖനത്തിന്റെ പഠനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായിട്ട് റോമർ 9, 10, 11 അധ്യായങ്ങളാണ് ചിന്തിച്ചത്. അതിൽ നമ്മൾ ചിന്തിച്ചതുപോലെ ദൈവത്തിന്റെ ചരിത്രത്തിലൂടെയുള്ള ഇടപെടലും അതുവഴി ദൈവം ഇസ്രായേലിനെ തെരഞ്ഞെടുക്കുന്നതും ഇസ്രായേലിൽ കൂടി അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ശേഷിപ്പിൽ കൂടി ദൈവമക്കളെ അല്ലെങ്കിൽ ദൈവസഭയെ രൂപീകരിക്കുന്നത് അല്ലെങ്കിൽ ജാതികളെ അതിനോടുകൂടി കൂട്ടിച്ചേർത്ത് ഇസ്രായേലും ജാതികളും ചേർന്ന് ദൈവത്തിന്റെ ശരീരമായ ദൈവസഭയായിട്ട് രൂപപ്പെടുന്നതിനെ പറ്റിയുള്ള ദൈവത്തിന്റെ ചരിത്രത്തിൽ കൂടിയുള്ള ഇടപെടലുകളാണ് നമ്മൾ 9, 10, 11 അധ്യായങ്ങളിൽ നമ്മൾ ചിന്തിച്ചത്. വേറെ രീതിയിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ കോർപ്പറേറ്റ് എലക്ഷൻ എന്ന് പറയാവുന്ന രീതിയിൽ ദൈവം ജാതികളെ തിരഞ്ഞെടുക്കുന്നു അല്ലെങ്കിൽ നേഷൻസിനെ ദൈവത്തിന്റെ പർപ്പസിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്നതിനെ പറ്റിയുള്ള വളരെ വിശദമായിട്ടുള്ള, പ്രത്യേകിച്ച് ഇസ്രായേൽ എന്ന നേഷനെ തിരഞ്ഞെടുക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ ചിന്തിച്ചത്. അത് വളരെ എക്സ്റ്റെൻസീവായ ഒരു തിയോളജിക്കലായിട്ടുള്ള 3 ചാപ്റ്റേഴ്സ് ആണ്. പ്രാക്ടിക്കലായിട്ടുള്ള ആപ്ലിക്കേഷനെക്കാളും ഉപരി നമ്മൾ മനസ്സിലാക്കേണ്ട ദൈവത്തിന്റെ ചരിത്രത്തിൽ കൂടിയുള്ള ഇടപെടലുകളാണ്, ദൈവത്തിന്റെ പരമാധികാരത്തിൽ ദൈവം ചെയ്യുന്ന ചില കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ 9, 10, 11 അധ്യായങ്ങൾ നമ്മൾ ചിന്തിച്ചത്. അതേപോലെ തന്നെ അതിനു മുമ്പുള്ള 1 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളും തിയോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ദൈവശാസ്ത്രപരമായിട്ടുള്ള പല കാര്യങ്ങളും അവിടെ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ അതൊക്കെ ഒരു വ്യക്തിപരമായിട്ടുള്ള സാൽവേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. നീതീകരണം മുതൽ ഗ്ലോറിഫിക്കേഷൻ വരെ, തേജസ്കരണം വരെയുള്ള കാര്യങ്ങളാണ് 1 മുതൽ 8 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ ചിന്തിച്ചത്. എന്നാൽ 12ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ തിയോളജിക്കൽ ഭാഗങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം പൗലോസ് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളെ പറ്റി പറയാം. ഇത് അപ്പോസ്തലന്മാരുടെ ഒരു പൊതുവായിട്ടുള്ള രീതിയാണ്. അവർ എപ്പോഴും ആദ്യം ദൈവശാസ്ത്രപരമായിട്ടുള്ള തിയോളജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ബിലീഫിനെ പറ്റി പറഞ്ഞതിന് ശേഷമാണ് ബിഹേവിയറിനെ പറ്റി പറയുന്നത്. അല്ലാതെ നേരെ തിരിച്ചല്ല. അല്ലെങ്കിൽ ബിഹേവിയർ പാറ്റേൺ മാറ്റുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ നന്നായിട്ട് ജീവിക്കുന്നതിനെ പറ്റിയോ വിശുദ്ധ ജീവിതത്തിലുള്ള കുറെ കൽപ്പനകൾ കൊടുക്കുന്ന പുസ്തകമല്ല പുതിയ നിയമം. പുതിയ നിയമത്തിൽ ആദ്യ ഭാഗത്ത് എപ്പോഴും അവർ ഉപദേശപരമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അങ്ങനെയുള്ള ഉപദേശപരമായിട്ടുള്ള കാര്യങ്ങൾ ബേസ്ഡ് അല്ലാതെ ജീവിതത്തിലുള്ള വ്യത്യാസങ്ങളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സെൽഫ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം മാത്രമായി തീരും. ഇന്ന് അനേക വിശുദ്ധ ജീവിതത്തിന്റെ പഠിപ്പീരുകൾ പലതും അതിന്റെ പുറകിലുള്ള ദൈവം ക്രൂശിൽ എന്ത് ചെയ്തു എന്നുള്ളതിനെ പറ്റി വിശദീകരിക്കാതെ പറയുന്നു. അതുകൊണ്ട് തന്നെ അതൊക്കെ പലതും ഒരു സെൽഫ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാംസ് പോലത്തെ ഉള്ള കുറെ ഉപദേശങ്ങൾ, സാരോപദേശങ്ങൾ പോലെ ഉപദേശങ്ങളായിട്ട് മാത്രം മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. അന്നേരം 12 വരെയുള്ള അധ്യായങ്ങളിൽ പൗലോസ് ശരിക്കും വളരെ വിശദമായിട്ട് യേശുക്രിസ്തു ക്രൂശിൽ ചെയ്ത കാര്യങ്ങൾ 1 തൊട്ട് 8 വരെയും പിന്നീട് യഹൂദനെയും ജാതിയെയും തിരഞ്ഞെടുക്കുന്ന കാര്യം 9 മുതൽ 11 വരെയും പറഞ്ഞതിന് ശേഷം 12ാമത്തെ അധ്യായത്തിൽ പൗലോസ് തുടരുകയാണ്. 12ാമത്തെ അധ്യായം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് 8ാമത്തെ അധ്യായത്തിൽ നിന്ന് നേരിട്ട് തുടരുന്ന പോലെ നമുക്ക് വേണമെങ്കിൽ വായിക്കാനായിട്ട് കഴിയും. കാരണം ആ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് പൗലോസ് ഈ കാര്യങ്ങൾ പറയുന്നത്. എന്നിട്ട് ഇവിടെ വരുമ്പോഴേക്കും പൗലോസ് ചെയ്യണം ചെയ്യരുത്, ഡൂസ് ആൻഡ് ഡോൺസ് പൗലോസ് പറയുന്നത് ഇവിടാണ്. ഇല്ലെങ്കിൽ പുതിയ നിയമത്തിലെ ചെയ്യണം ചെയ്യരുത് എന്നുള്ള കൽപ്പനകൾ പോലെയുള്ള കാര്യങ്ങൾ വരുന്ന ഇവിടാണ്. നമ്മൾ പഴയ നിയമം വായിച്ചു കഴിഞ്ഞാൽ ഏകദേശം 600 കൽപ്പനകളാണ് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നത്. പഴയ നിയമമാണ് കൂടുതൽ പുസ്തകങ്ങളുള്ള ബൈബിളിലെ ബുക്കുകൾ, ബൈബിളിലെ പോർഷൻ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേക്കും ആ പോർഷൻ ചെറുതാണെങ്കിലും നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായി കൽപ്പനകൾ എഴുതിയിരിക്കുന്ന ഡൂസ് ആൻഡ് ഡോൺസ് കൂടുതലാണ് പുതിയ നിയമത്തിൽ. ഒരു ഏകദേശ കണക്കനുസരിച്ചിട്ട് 1100-ലധികം ഡൂസ് ആൻഡ് ഡോൺസ് പുതിയ നിയമത്തിലുണ്ട്. അന്നേരം കൽപ്പനകളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ പുതിയ നിയമത്തിലാണ് കൂടുതൽ. എന്നാൽ അതിന്റെ പുറകിലുള്ള പ്രിൻസിപ്പിളാണ് വ്യത്യാസപ്പെടുന്നത്. ഞാനത് വളരെ വിശദമായിട്ട് ആദ്യത്തെ അധ്യായങ്ങളിലൊക്കെ വിശദീകരിച്ചുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. പഴയ നിയമത്തിൽ നാം അത് ചെയ്യുന്നതായിരുന്നു പ്രിൻസിപ്പിൾ, അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും എന്നുള്ളതായിരുന്നുവെങ്കിൽ പുതിയ നിയമത്തിൽ വിശ്വാസമാണ് അതിന്റെ പ്രിൻസിപ്പിൾ. വിശ്വാസാൽ നാം കർത്താവിൽ വസിക്കുമ്പോൾ കർത്താവ് നമ്മൾ കൂടി ചെയ്യുന്നത്, അല്ലെങ്കിൽ വിശ്വാസത്തിൽ നമ്മൾ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് പുതിയ നിയമത്തിലെ ഡോൺസ് ആൻഡ് ഡൂസിലേക്ക് വരുമ്പോൾ ചെയ്യുന്നത്. ചെയ്യണം ചെയ്യരുത് എന്ന കാര്യങ്ങളിലേക്ക് വരുമ്പോൾ പറയുന്നത്. അതായത് ഇവിടെ 12ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് ആ പറഞ്ഞതുപോലെ തന്നെ ചില ഡോൺസ് ആൻഡ് ഡൂസ് പൗലോസ് വിശദീകരിക്കുകയാണ്. നമ്മൾ 12ാമത്തെ അധ്യായം ഒന്ന് ഡിവൈഡ് ചെയ്ത് വിശദീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻസിനെ പറ്റിയാണ് പൗലോസ് 12ാമത്തെ അധ്യായത്തിൽ വിശദീകരിക്കുന്നത്. പ്രത്യേകിച്ച് വിശദീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഭാഗത്ത് ദൈവവുമായിട്ടുള്ള നമ്മുടെ റിലേഷനിൽ നമ്മൾ ചെയ്യുകയും ചെയ്യരുതാത്തതും ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റി പറയുന്നു. 2ാമത്തെ ഭാഗത്ത് അല്ലെങ്കിൽ 1 മുതൽ 3 വരെയുള്ള 1-2 വാക്യങ്ങളിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിലുള്ള കാര്യം പറയുന്നു.
3 മുതൽ 8 വരെയുള്ള ഭാഗത്ത് ശരിക്കും ദൈവസഭ എന്ന ശരീരത്തിലെ ശുശ്രൂഷകളെ പറ്റി പറയുന്നു. ദൈവസഭയുമായിട്ടുള്ള ബന്ധത്തിലുള്ള റിലേഷനെ പറ്റി പറയുന്നു. 9 മുതൽ 13 വരെ ദൈവസഭയിൽ അന്യോന്യം നമുക്കുണ്ടാകേണ്ട റിലേഷൻസിനെ പറ്റി പറയുന്നു. അതിലും ചെയ്യണം ചെയ്യരുത് എന്നുള്ള പല കാര്യങ്ങൾ പറയുന്നു. 14, 15, 16 ശരിക്കും ദൈവസഭയിൽ ആപ്ലിക്കബിൾ ആണ് എങ്കിലും ചിലപ്പോൾ ചിലത് അത് പുറത്തും ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ 17 മുതൽ വായിക്കുമ്പോൾ അത് പുറത്തുള്ളവരുടെ അടുത്ത് നമ്മൾ എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യങ്ങളിലേക്ക് വരുന്നു. 13-ാമത്തെ അധ്യായം ശരിക്കും ഇതിന്റെ ഒരു തുടർച്ച പോലെ നമുക്ക് വായിക്കാനായിട്ട് കഴിയും. 13-ാമത്തെ അധ്യായത്തിൽ നമ്മൾക്ക് മുകളിൽ ദൈവം വെച്ചിരിക്കുന്ന മാനുഷിക അധികാരങ്ങൾ, ഗവൺമെന്റ് അതോറിറ്റീസിന്റെ അടുത്ത് നമ്മൾ എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യങ്ങൾ പറയും. എന്നിട്ട് ഈ കാര്യങ്ങളാണ് ശരിക്കും ഒരു വ്യക്തി യഥാർത്ഥ വിശ്വാസിയാണോ എന്നുള്ളതിന്റെ തെളിവുകൾ. ഈ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരു വ്യക്തി യഥാർത്ഥ വിശ്വാസി ആയിത്തീരുകയല്ല, ശരിക്കും യഥാർത്ഥമായിട്ട് നമ്മൾ വിശ്വാസിയാണ് എങ്കിൽ ഇത് ഇതിന്റെ പ്രാക്ടിക്കൽ എവിഡൻസ് ആണ്. നമ്മൾ റോമാലേഖനം 12-ാമത്തെ അധ്യായത്തിൽ പറയുന്ന പോലെ തന്നെ നമ്മൾ എബ്രായ ലേഖനവും വായിച്ചു കഴിഞ്ഞാൽ എബ്രായ ലേഖനവും വളരെ എക്സ്റ്റൻസീവ് ആയിട്ടൊരു തിയോളജിക്കൽ ബുക്ക്. അതിന്റെയും 12 അധ്യായം കഴിയുമ്പോൾ 13-ാമത്തെ അധ്യായം മുതൽ എബ്രായ ലേഖനകർത്താവും ഇതുപോലെ പ്രാക്ടിക്കൽ കാര്യങ്ങളാണ് പറയുന്നത്. ഇതേപോലെ ചില കാര്യങ്ങൾ അവിടെ കാണാനായിട്ട് കഴിയും. എന്താണ് ഇതിൽ കൂടി ദേവദാസന്മാർ ഉദ്ദേശിക്കുന്നത്? ശരിക്കും ഇതാണ് നമ്മൾ യഥാർത്ഥത്തിൽ 1 മുതൽ 8 വരെയുള്ള അധ്യായങ്ങൾ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നമ്മൾ യഥാർത്ഥ വിശ്വാസിയാണോ എന്നുള്ളതിന്റെ പ്രാക്ടിക്കൽ ടെസ്റ്റും തെളിവും ഇവിടെയാണ് വരുന്നത്. ഈ കാര്യങ്ങളിലേക്ക് ഞാൻ മുമ്പോട്ട് പോവുകയാണ്. അതിൽ വളരെ വിശദീകരിക്കാൻ ആവശ്യമില്ലാത്ത രീതിയിലുള്ള ചില വളരെ പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട കുറെ കാര്യങ്ങളാണ് മുമ്പോട്ട് പോകുമ്പോൾ വിശദീകരിക്കുന്നത്. എന്നാൽ വിശദീകരിക്കേണ്ട ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കും. എന്നിട്ട് അതിന്റെ 12-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പൗലോസ് റോമയിലെ വിശ്വാസികളെ എർജ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അവരെ എക്സോർട്ട് ചെയ്യുകയാണ്, അവരെ പ്രബോധിപ്പിക്കുന്ന കാര്യമാണ്. സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കും. അന്നേരം ഒന്നാമതായിട്ട് പൗലോസ് പറയുന്നത് ദൈവത്തിന്റെ മേഴ്സീസ്. അത് നമ്മൾ 11-ാമത്തെ അധ്യായം പൗലോസ് എൻഡ് ചെയ്യുന്നത് ദൈവത്തിന്റെ കരുണയെ പറ്റി പറഞ്ഞിട്ടാണ്. ദൈവത്തിന്റെ കരുണയിൽ ദൈവം ജാതികളെയും യഹൂദന്മാരെയും അനുസരണക്കേടിൽ അടച്ചു കളഞ്ഞുകൊണ്ട് കരുണ കാണിക്കാനായിട്ട് ദൈവം അവരുടെ അടുത്ത് ആ രീതിയിൽ ഇടപെട്ടു എന്നുള്ളതാണ് 11-ാമത്തെ അധ്യായത്തിന്റെ അവസാനത്തെ അധ്യായത്തിൽ വാക്യങ്ങളിലേക്ക് വരുമ്പോൾ പറയുന്നത്. 12-ാമത്തെ അധ്യായത്തിൽ അത് തുടരുകയാണ്, ദൈവത്തിന്റെ മേഴ്സീസ്, ദൈവത്തിന്റെ കരുണകൾ ഓർപ്പിച്ചുകൊണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം തന്റെ കരുണയിൽ ചെയ്ത കാര്യങ്ങളാണ് 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ പൗലോസ് വിശദീകരിക്കുന്നു. ആ കരുണയെ ഓർത്തുകൊണ്ട്, അല്ലെങ്കിൽ ദൈവത്തിന്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറയാണ്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള ആരാധനയായി യാഗമായി സമർപ്പിക്കും. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. അന്നേരം പൗലോസ് ഇവിടെ ഒരു ആരാധനയെ പറ്റി പറയാണ്. നിങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു സഭയിൽ കൂടി വരുമ്പോൾ ഉള്ള ആരാധനയെ പറ്റിയല്ല, യഥാർത്ഥത്തിൽ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ആരാധന എപ്പോഴും ഒരു സാക്രിഫൈസുമായിട്ട് ബന്ധപ്പെട്ടാണ്. എപ്പോഴും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കാണും. ഞാൻ എന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ആരാധന എന്നുള്ള ആദ്യത്തെ പദം പഴയ നിയമത്തിൽ വരുന്നത് അബ്രഹാം തന്റെ മകനായിട്ടുള്ള ഇസ്ഹാക്കിനെ യാഗം കഴിക്കാൻ പോകുന്നിടത്താണ് ആരാധന എന്നുള്ള, വർഷിപ്പ് എന്നുള്ള ആദ്യത്തെ പദം വരുന്നത്. വർഷിപ്പ് എപ്പോഴും സാക്രിഫൈസുമായിട്ട് ബന്ധപ്പെട്ടാണ്. പഴയ നിയമത്തിലും അങ്ങനെ തന്നെയാണ്. എന്നാൽ പഴയ നിയമത്തിലെ യാഗങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പഴയ നിയമത്തിലെ യാഗങ്ങൾ എന്ന് പറയുന്നത് യാഗമൃഗം മരിച്ചാൽ മാത്രമേ അത് ദൈവത്തിന് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള സാക്രിഫൈസ് ആവത്തുള്ളൂ. അത് പൂർണ്ണമായിട്ടും ദൈവത്തിന് പ്രസാദമായിട്ടുള്ള യാഗമല്ല. അത് എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ ആ യാഗമൃഗം മരിക്കുമ്പോൾ ആ രക്തം ചിന്നുമ്പോഴാണ് ദൈവത്തിന് അത് പ്രസാദകരമായിട്ടുള്ള യാഗമായി മാറുന്നത്. എന്നാൽ ഇവിടേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. ഇവിടെ ജീവനുള്ള യാഗങ്ങളായിട്ട് നമ്മുടെ ശരീരങ്ങളെ സമർപ്പിക്കാനായിട്ടാണ് പറയുന്നത്. അന്നേരം പഴയ നിയമത്തിലെ ആ യാഗങ്ങളെ പറ്റി നമ്മൾ വളരെ ഏറ്റവും വിശദമായിട്ട് വിശദീകരിക്കുന്ന എബ്രായ ലേഖനമാണ്. എബ്രായ ലേഖനത്തിലെ എല്ലാ വാക്യങ്ങളിലും ആ ഡീറ്റെയിലേക്ക് പോകാൻ എനിക്ക് സമയമില്ല. എങ്കിലും അവിടെ എങ്ങനെയാണ് പഴയ നിയമത്തിലെ യാഗങ്ങൾ എന്ന് പറയുമ്പോൾ അതിന്റെ 10-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 4 മുതൽ വാക്യങ്ങളിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. എന്നിട്ട് താഴേക്ക് വരുമ്പോൾ പറയുകയാണ്, ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനയാകവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ നീ ഒരു ശരീരം എനിക്കായിട്ട് ഒരുക്കിയിരിക്കുന്നു പറയാം. അന്നേരം പഴയ നിയമത്തിലെ ആ ആടുകളുടെയും കാളകളുടെയും യാഗത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് പാപങ്ങളെ നീക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് ദൈവം അതിൽ പരിപൂർണമായിട്ടും പ്രസാദിച്ചുമില്ല. എന്നാൽ ദൈവത്തിന് പ്രസാദകരമായിട്ട് യാഗമായിട്ട് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരികയും യേശുക്രിസ്തു തന്റെ ശരീരയാഗം അർപ്പിക്കുകയും അതിൽ കൂടി നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നുവെന്ന് 10-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അവിടെ പറഞ്ഞിരിക്കുകയാണ്,
ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെടും. അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ട നമുക്ക് ഇന്ന് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും? അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ട നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടതിന് ശേഷം നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗങ്ങളായിട്ട് അർപ്പിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവിടുത്തെ സാക്രിഫൈസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് നമ്മൾ ദൈവത്തിന് കഴിക്കുന്ന സാക്രിഫൈസ് ആണ്. നമ്മൾ ദൈവത്തിൽ സന്നിധിയിൽ അക്സെപ്റ്റഡ് ആവാനായിട്ടുള്ള സാക്രിഫൈസ് അല്ല, അക്സെപ്റ്റഡ് ആയതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന സാക്രിഫൈസ് ആണ്. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ അക്സെപ്റ്റഡ് ആകാൻ വേണ്ടിയിട്ട് യേശുക്രിസ്തു തന്റെ ശരീരം യാഗം ചെയ്തു, ശരീരം കുരിശിൽ അർപ്പിച്ചു. ആ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗത്തിൽ കൂടി നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ അക്സെപ്റ്റഡ് ആയി. അങ്ങനെ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ അക്സെപ്റ്റഡ് ആയി എങ്കിൽ ദൈവം നമ്മുടെ അടുത്ത് പറയാണ്, അങ്ങനെ ദൈവം നമ്മൾ പ്രസാദിച്ചിരിക്കുന്നത് കൊണ്ട്, നമ്മളെ വിശുദ്ധീകരിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ശരീരങ്ങളെ ബുദ്ധിയുള്ള ആരാധനയായി ദൈവത്തിന് വിശുദ്ധിയും ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായിട്ട് സമർപ്പിക്കണമെന്ന് പറയും. അങ്ങനെ എന്തിനാണ് സമർപ്പിക്കുന്നത്? ഇല്ലെങ്കിൽ അങ്ങനെ സമർപ്പിക്കുന്നതിനോട് ഒപ്പം തന്നെ, ഇല്ലെങ്കിൽ അങ്ങനെ സമർപ്പിക്കണമെങ്കിൽ വേറൊരു കാര്യം കൂടി നടക്കണമെന്ന് തൊട്ടടുത്ത അധ്യായത്തിൽ പറഞ്ഞിരിക്കുകയാണ്. തൊട്ടടുത്ത വാക്യത്തിൽ പറയാണ്, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. അന്നേരം രണ്ടാമത്തെ ഒരു കാര്യം പറയാണ്, നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് അർപ്പിക്കണമെങ്കിൽ അതിനോട് കൂടെ തന്നെ, ഇല്ലെങ്കിൽ അതിന് മുന്നായിട്ട് നടക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ പ്രസാദമുള്ള ഇഷ്ടം എന്താണ് എന്ന് തിരിച്ചറിയണം. അതാണ് അവിടെ അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. അന്നേരം ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയേണ്ടതിന് നമ്മുടെ മനസ്സ് നമ്മൾ പുതുക്കി രൂപാന്തരപ്പെടണം. അപ്പോൾ നമുക്ക് ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയാനായിട്ട് കഴിയും. മാത്രമല്ല, ദൈവത്തിന് ഹിതപ്രകാരമായിട്ട് നമ്മുടെ ശരീരങ്ങളെ യാഗമായിട്ട് സമർപ്പിക്കാനായിട്ട് കഴിയും. രണ്ടാമത്തെ വാക്യത്തിൽ പൗലോസ് റോമയിലെ എല്ലാ വിശ്വാസികളുടെ അടുത്തും പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിന്റെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിയാം. ഞാൻ ഇതിനു മുമ്പ് ഇത് വളരെ വിശദമായിട്ട് വേറൊരു ക്ലാസ്സിൽ കൂടി പറഞ്ഞിട്ടുള്ളതാണ്, ഞാനെങ്കിലും അത് വീണ്ടും ആവർത്തിക്കാം. ദൈവത്തിന് നമ്മളെ പറ്റി, ഓരോരുത്തരെ പറ്റിയും, രക്ഷിക്കപ്പെട്ട എല്ലാ വിശ്വാസികളെ പറ്റിയും ഒരു പ്രത്യേകമായിട്ടൊരു ഇഷ്ടമുണ്ട്, പ്രത്യേകമായിട്ടൊരു ഹിതമുണ്ട്. നമ്മൾ ദൈവത്തിന്റെ ആ പ്രത്യേക ഇഷ്ടം ചെയ്യാൻ വേണ്ടിയിട്ടാണ് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അന്നേരം അങ്ങനെ പ്രത്യേക ഇഷ്ടം മാത്രമല്ല, ഒരു ജനറൽ ഇഷ്ടവുമുണ്ട്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കണം. രക്ഷിക്കപ്പെട്ട എല്ലാ വിശ്വാസികൾക്കും വിശ്വാസികളെ കുറിച്ചും ദൈവത്തിന് ജനറലായിട്ടൊരു ഇഷ്ടമുണ്ട്, സ്പെസിഫിക് ആയിട്ടൊരു ഇഷ്ടമുണ്ട്. ആ ജനറലായിട്ട് ഇഷ്ടം എന്നുള്ളത് നമ്മൾ റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ നമ്മൾ ചിന്തിച്ചു. അതിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നത്, എല്ലാ വിശ്വാസികളെയും മുൻ നിയമിച്ചിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത്, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനകളെ അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകാൻ മുൻ നിയമിച്ചിരിക്കുന്നു. വേറെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിന് എല്ലാ വിശ്വാസികളെ പറ്റിയും നമുക്ക് ദൈവഹിതം അന്വേഷിക്കാതെ തന്നെ, നമ്മൾക്ക് സ്പെസിഫിക് ആയിട്ട് പ്രാർത്ഥിക്കാതെ തന്നെ, നമ്മൾക്ക് ബൈബിളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്ന ഒരു ഇഷ്ടമുണ്ട്. അത് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ യേശുക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപമാകാൻ. അതാണ് ജനറൽ ആയിട്ട് ഇഷ്ടം. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, കൊലോസ്യലേഖനത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ വിശുദ്ധീകരണം തന്നെ. കാരണം നമ്മളെല്ലാവരും ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ കൂടുതൽ വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ നടക്കും. വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപമാകുക എന്നുള്ളതാണ് വിശുദ്ധീകരണം. ആ വിശുദ്ധീകരണം എന്നുള്ള ജനറൽ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നടക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അത് മാത്രമല്ല, ദൈവത്തിന് നമ്മളെ പറ്റി ഒരു സ്പെസിഫിക് ഇഷ്ടമുണ്ട്. നമ്മൾ യേശുക്രിസ്തുവിന്റെ ജീവിതം ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ, യേശുക്രിസ്തുവിനെ പറ്റിയും ഈ രീതിയിൽ രണ്ട് ഇഷ്ടങ്ങൾ ബൈബിളിൽ ഉണ്ടായിരുന്നു. ദൈവത്തിന് യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജനറലായിട്ടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു, സ്പെസിഫിക് ആയിട്ട് യേശുക്രിസ്തു ഈ ഭൂമിയിൽ ചെയ്തു തീർക്കേണ്ട ഒരു സ്പെസിഫിക് ഇഷ്ടം ഉണ്ടായിരുന്നു. ജനറലായിട്ടുള്ള ദൈവത്തിന്റെ വിൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തു വരുന്നതിനെ പറ്റി പറയുമ്പോൾ തന്നെ പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് എന്തിനാണെന്നുള്ളതിനെ പറ്റി പറയാണ്. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അന്നേരം യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് ദൈവം അയച്ചതിന്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ സ്വഭാവം എന്താണെന്നുള്ളത് വെളിപ്പെടുത്തുക. അതുകൊണ്ടാണ്
യോഹന്നാന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു. അന്നേരം പിതാവായ ദൈവത്തെ ഈ ഭൂമിയിൽ മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ദൈവത്തിന്റെ ഉദ്ദേശം. കർത്താവിനെ കാണുന്നവർ പിതാവായ ദൈവത്തെ കാണും. അതിന് കാരണമുണ്ട്. പഴയ നിയമത്തിൽ കൂടി ദൈവത്തിന് വ്യക്തമായിട്ട് തന്നെ വെളിപ്പെടുത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധങ്ങളായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം നമ്മളോട് അരുളി ചെയ്തിട്ട് ഇപ്പോൾ പുത്രൻ മുഖാന്തരം നമ്മളോട് അരുളി ചെയ്തു. അന്നേരം പഴയ നിയമത്തിൽ കൂടി പ്രവാചകന്മാരിൽ കൂടി ഭാഗമായിട്ടുള്ള വെളിപാടാണ്. മാത്രമല്ല, ദൈവത്തെ വെളിപ്പെടുത്താനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത മതപുരോഹിത വർഗം ഒരു വികലമായിട്ടുള്ള പിക്ചറാണ് ദൈവത്തെ പറ്റി കൊടുത്തത്. ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഒരു പരീശത്വത്തിൽ കൂടി യഥാർത്ഥ ദൈവത്തിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള പിക്ചറാണ് പഴയ പരീശന്മാരും മതപുരോഹിത വർഗവും കാണിച്ചത്. എന്നാൽ പുത്രൻ വന്നത്, യേശുക്രിസ്തു വന്നത് പിതാവിനെ വ്യക്തമായിട്ട് വെളിപ്പെടുത്താനായിട്ടാണ്. എന്നാൽ അതായിരുന്നു യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നതിന്റെ ഒരു ഉദ്ദേശം. അല്ല, അത് നമുക്ക് ഒരിക്കലും പ്രയോജനപ്പെടുന്ന ഒരു കാര്യമല്ല. വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നു, കർത്താവിനെ വെളിപ്പെടുത്തി വളരെ നന്നായിട്ട് ജീവിച്ചു. യേശുക്രിസ്തു നമ്മൾക്ക് വേണ്ടി നമ്മൾ അനേകം ഗിരിപ്രഭാഷണം പോലുള്ള അനേക ഉപദേശങ്ങൾ കൂടി ദൈവത്തിന്റെ നമ്മളെ പറ്റിയുള്ള ഇഷ്ടം എന്താണെന്നുള്ളതൊക്കെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നുവെങ്കിലും അത് നമുക്ക് ഒരിക്കലും പ്രയോജനപ്പെടത്തില്ല. കാരണം നമുക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാനായിട്ട് കഴിയത്തില്ല. കാരണം നമ്മൾ വീഴ്ച പറ്റിയ വ്യക്തികളാണ്. എന്നാൽ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ഒരു സ്പെസിഫിക് ഇഷ്ടം ദൈവത്തിനുണ്ടായിരുന്നു. അത് നമ്മൾ എബ്രായ ലേഖനത്തിലേക്ക് പോകുമ്പോഴേക്കും എബ്രായ ലേഖനകർത്താവ് തന്നെ അത് വീണ്ടും വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ വായിച്ച വാക്യത്തിൽ തന്നെയാണ് അത് എഴുതിയിരിക്കുന്നത്. എബ്രായ ലേഖനം 10-ാമത്തെ അധ്യായത്തിൽ അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്കായിട്ട് ഒരുക്കിയിരിക്കുന്നു. 10-6 സർവാംഗ ഹോമത്തിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുരുൾ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. നേരം അവിടെ പറഞ്ഞിരിക്കുന്ന ഇഷ്ടം എന്ന് പറഞ്ഞിരിക്കുന്നത് പിതാവായ ദൈവത്തെ ഭൂമിയിൽ വെളിപ്പെടുത്തുക എന്നുള്ള ഇഷ്ടമല്ല. അവിടെ പറഞ്ഞിരിക്കുന്ന സ്പെസിഫിക് ഇഷ്ടം എന്നുള്ളത് പുസ്തകച്ചുരുളുകളിൽ യേശുക്രിസ്തുവിനെ പറ്റി പഴയ നിയമ പ്രവാചകന്മാർ വഴി എഴുതപ്പെട്ടിരുന്ന ഒരു ഇഷ്ടമാണ്. ആ ഒരു ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു എന്ന് പറയാണ്. ആ കോണ്ടക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. ഹനനയാഗങ്ങളിലും ഹോമയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമ യാഗങ്ങളിൽ ദൈവം പ്രസാദിച്ചില്ല. ആ പ്രസാദിക്കാതിരുന്നത് കൊണ്ട് ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ള ആ പെർട്ടിക്കുലർ ഇഷ്ടം ചെയ്യാനായിട്ട് ഞാൻ വരുന്നു എന്ന് അവൻ പറയുന്നു. അന്നേരം യേശുക്രിസ്തുവിന്റെ ജീവിതം എന്നുള്ളത്, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു, അതൊരു എഴുതപ്പെട്ടിരുന്ന ഒരു തിരക്കഥ ചെയ്തു തീർക്കുന്ന പോലെ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരുമായിരുന്നു. യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ഇഷ്ടം ഓൾറെഡി പുസ്തകത്തിനുള്ളിൽ എഴുതിയിരുന്നു. ഇതിന് താഴേക്ക് വരുമ്പോൾ പറഞ്ഞിരിക്കുകയാണ്, 9-ാമത്തെ വാക്യം, ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അവൻ രണ്ടാമത്തേതിനെ സ്ഥാപിക്കാൻ ഒന്നാമത്തേതിനെ നീക്കളയുന്നു. ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കും. യേശുക്രിസ്തുവിനെ പറ്റിയുള്ള സ്പെസിഫിക് ആയിട്ട് ഇഷ്ടം എന്ന് പറയുന്നത് യേശുക്രിസ്തു ക്രൂശിൽ ശരീരയാഗം ആയിട്ട് അർപ്പിക്കപ്പെടണമെന്നുള്ളതായിരുന്നു. അതിനുള്ള പ്രോസസ്സ് ഉണ്ടായിരുന്നു. ആ പ്രോസസ്സിൽ കൂടി എല്ലാ കാര്യങ്ങളും ചെയ്തു തീർത്തതിന് ശേഷം യേശുക്രിസ്തു ശരീരമായിട്ട് അർപ്പിക്കപ്പെട്ടു. അന്നേരം ആ സ്പെസിഫിക് ഇഷ്ടമായിരുന്നു ദൈവത്തിന് യേശുക്രിസ്തുവിൽ കൂടി ചെയ്തെടുക്കാനായിട്ടുള്ളത്. അത് ശരിക്കും സത്യത്തിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല, അത് കുറെ വിശദീകരിക്കേണ്ടതാണ്. അത് പ്രത്യേകമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ അത് യേശുക്രിസ്തുവിന്റെ സ്വന്തം ഇഷ്ടത്തിന് എഗെയിൻസ്റ്റ് ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം അവസാനത്തെ അധ്യായത്തിലേക്കൊക്കെ വരുമ്പോഴേക്ക് 23-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തു പറയുന്നത്, പിതാവേ ഈ പാനപാത്രം നീങ്ങിപ്പോകട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞു. അന്നേരം യേശുക്രിസ്തുവിന്റെ വില്ലിന്, അന്നേരം ആ ശരീരയാഗത്തിൽ പല കാര്യങ്ങൾ ഉൾപ്പെടുന്നതുകൊണ്ടാണ് അത് അവിടെ പറഞ്ഞിരിക്കുന്നത്. പിതാവായിട്ടുള്ള വേർപാടൊക്കെ ഉൾപ്പെടുന്നതുകൊണ്ട് വെറുമൊരു ശരീരം യാഗം അർപ്പിക്കുക എന്ന് മാത്രമല്ല. അന്നേരം ആ ഒരു ഇഷ്ടം കർത്താവിന്റെ ആ ഒരു ഹ്യൂമൻ വില്ലിന് ഓപ്പോസിറ്റ് ആയിട്ടും അത് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തുകൊണ്ടാണ് യേശുക്രിസ്തു ശരീരയാഗത്തിൽ കൂടി നമ്മളെ വിശുദ്ധീകരിക്കുന്നത്. അന്നേരം ഞാൻ എന്താണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ കർത്താവ് ക്രൂശിൽ ശരീരയാഗം അർപ്പിച്ച് തന്നെക്കുറിച്ചുള്ള പിതാവിന്റെ ആ സ്പെസിഫിക് ഇഷ്ടം ചെയ്തത് കൊണ്ട് എന്ത് നമുക്ക് ചെയ്യാനായിട്ട് കഴിയും? നമുക്ക് ദൈവത്തിന്റെ ജനറലായിട്ട് ഇഷ്ടവും സ്പെസിഫിക് ആയിട്ടുള്ള ഇഷ്ടവും നിവർത്തിക്കാനായിട്ട് കഴിയും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഒന്നുകൂടി പറയാം. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നിട്ട് ദൈവത്തിന് തന്നെ പറ്റിയുള്ള ആ സ്പെസിഫിക് ഇഷ്ടം നിവർത്തിച്ച്, യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, ഇറ്റ് ഈസ് അക്കംപ്ലിഷ്ഡ് എന്നാണ്. ആ ഇഷ്ടം പരിപൂർണമായിട്ട് നിവർത്തിച്ച് ക്രൂശിലൊരു ജീവന്റെ പുതുവഴി തുറന്നുകൊണ്ട് നമുക്ക് ദൈവത്തിന് നമ്മളെ പറ്റിയുള്ള ജനറൽ ഇഷ്ടം എന്ന് പറഞ്ഞിരിക്കുന്ന പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമാകാനായിട്ടും ദൈവത്തിന് നമ്മളെ പറ്റിയുള്ള സ്പെസിഫിക് ഇഷ്ടവും ചെയ്യാനായിട്ട് കഴിയും.
അന്നേരം ഞാൻ പറഞ്ഞു നമ്മളെ പറ്റിയുള്ള പൊതുവായിട്ടുള്ള എല്ലാവരെയും പറ്റിയുള്ള ഇഷ്ടം യേശുക്രിസ്തുവിന്റെ സ്വരൂപത്തോടെ അനുരൂപമാകുന്നു. എന്നാൽ അത് നമുക്ക് ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാനായിട്ട് കഴിയും. അവിടെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. എന്നാൽ നമ്മളെ പറ്റിയുള്ള പ്രത്യേകമായിട്ടുള്ള ദൈവത്തിന് ഇഷ്ടമുണ്ട് ഓരോരുത്തരെ പറ്റി. അത് ബൈബിൾ വായിച്ചത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയത്തില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ളതാണ് റോമാലേഖനം 12-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത്. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. നമ്മളെ പറ്റിയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഇഷ്ടം, ഇപ്പൊ എന്നെ പറ്റിയുള്ള ദൈവത്തിന് ഇഷ്ടം, ഇപ്പോൾ നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ പറ്റി ഓരോരുത്തരെ പറ്റിയുള്ള ദൈവത്തിന്റെ ഇഷ്ടം, ഇതറിയാനായിട്ട് നമുക്ക് ബൈബിളിൽ നിന്ന് നമുക്ക് അറിയാനായിട്ട് കഴിയത്തില്ല. നമ്മളെ പറ്റിയുള്ള ജനറൽ ആയിട്ടുള്ള ഇഷ്ടം നമുക്ക് അറിയാനായിട്ട് കഴിയും. നമ്മൾ ഏതെങ്കിലും ഒരു പ്രവാചകന്റെ അടുത്ത് പോയി നമ്മുടെ തലയിൽ കൈവച്ച് കഴിഞ്ഞാലും ദൈവം തിരിച്ചറിയാനായിട്ട് കഴിയത്തില്ല. നമ്മളെ പറ്റിയുള്ള സ്പെസിഫിക് ആയിട്ട് ഇഷ്ടവും തിരിച്ചറിയാം. അതൊക്കെ കുറുക്കുവഴികളാണ്. അങ്ങനെ പലരും ഈ ദൈവഹിതം അന്വേഷിക്കാനായിട്ട് പോകുന്നത് അതൊക്കെ ഓരോ കാര്യസാധനത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഈ പ്രവാചകന്മാരുടെ തലയിൽ കൈവച്ചിട്ട് നമ്മളെ പറ്റിയുള്ള ദൈവം, ബൈബിൾ പുതിയ നിയമത്തിൽ ഒറ്റ ഒരാൾ പോലും അങ്ങനെ ചെയ്തിട്ടില്ല. ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നുമില്ല. അതിന്റെ കാരണം എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് കഴിയുമ്പോൾ ഓരോ വ്യക്തികളും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ കാര്യങ്ങൾ അറിയേണ്ടതാണ്. അതുകൊണ്ടാണ് അവരിൽ ചെറിയവർ മുതൽ ആബാലവൃക്ഷം എന്നെ അറിയുമെന്ന് എബ്രായ ലേഖനം 10-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കും. ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്നാൽ ഇവിടെ എന്താണ്, നമ്മൾ എങ്ങനെയാണ് നമ്മളെ പറ്റിയുള്ള ദൈവത്തിന്റെ സ്പെസിഫിക് ഇഷ്ടം തിരിച്ചറിയുന്നത്? പലർക്കും ഒരു ഇങ്ങനൊരു കാര്യം ഉണ്ടെന്ന് പോലും അറിയത്തില്ല, അല്ലെ? ബ്രദറെ, സഹോദരനെ പറ്റിയുള്ള ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പലരും അന്തം വിട്ടിരിക്കുന്നത് കാണാനായിട്ട് കഴിയും. അങ്ങനൊരു കാര്യം ഉണ്ടെന്ന് പോലും അവർക്കറിയത്തില്ല. കാരണം എന്താണ്? ഇവിടെ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഒരു ഇഷ്ടമുണ്ട്, അത് അറിയാനായിട്ടൊരു മാർഗവുമുണ്ട്. ആ അറിയാനായിട്ടുള്ള മാർഗം എന്താണ്? അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന്. അന്നേരം അവിടെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് വ്യക്തിപരമാണ്. നമ്മളെപ്പറ്റി നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നത് എന്ന് തിരിച്ചറിയേണ്ടതിന് ബൈബിൾ വായിച്ചു നോക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. ഇങ്ങനെ നമ്മൾ മനസ്സ് പുതുക്കി നമ്മുടെ രൂപാന്തരം നടന്നുകൊണ്ടേയിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മളെ പറ്റിയുള്ള ദൈവത്തിന്റെ സ്പെസിഫിക് വിൽ ക്ലിയറായി നമുക്ക് മനസ്സിലാവും. ഈ 3-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ത് അറിയുന്നതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുമെന്ന് പറഞ്ഞ അതേ കാര്യമാണ് റോമാലേഖനം 8:28 പറഞ്ഞിരിക്കുന്നത്, പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുക എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന ചില വാക്കുകൾ ഞാൻ കുറച്ചുകൂടി വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്, നിങ്ങൾക്കത് മനസ്സിലാകാനായിട്ട്. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിന് നമ്മളെ പറ്റിയുള്ള ജനറൽ വില്ലെന്ന് പറയുന്ന ആ ശുദ്ധീകരണം, മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടൽ നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടേയിരിക്കുമ്പോൾ, ആ വഴിയിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ദൈവത്തിന് നമ്മളെ പറ്റിയുള്ള സ്പെസിഫിക് വിൽ നമ്മൾ വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. നമ്മൾ അറിയാനായിട്ട് ഒരു മനുഷ്യന്റെ അടുത്ത് പോകേണ്ട കാര്യമില്ല, ഒരു പ്രവാചകന്റെ അടുത്ത് പോകേണ്ട കാര്യമില്ല, ദൈവം തന്നെ നമ്മൾ വെളിപ്പെടുത്തും. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ഒരു വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് എന്നെ പറ്റിയുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണ്, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള കോളിംഗ് എന്താണെന്ന് അറിയാതിരുന്ന വർഷങ്ങളുണ്ടായിരുന്നു രക്ഷിക്കപ്പെട്ടതിന് ശേഷം. പലപ്പോഴും എനിക്കറിയത്തില്ല എന്താണ് ഞാൻ ചെയ്യേണ്ടത്. ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ അത് വിശദീകരിക്കുക. ഈ സ്പെസിഫിക് വില്ല് ദൈവസഭയിലാണ് വെളിപ്പെടുന്നത്. അത് മുമ്പോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി വിശദീകരിക്കുന്നുണ്ട്. അത് മനസ്സിലാകാതിരുന്നപ്പോൾ ഞാനൊരു ദൈവദാസനുമായിട്ട് എൻ്റെ അടുത്ത് വേറൊരു രാജ്യത്ത് വെച്ചിട്ട് കാണാനായിട്ട് ഇടയായിരുന്നു. അദ്ദേഹമായിട്ട് കുറെ നേരം സംസാരിച്ചപ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞു, ദൈവത്തിന് എന്നെ പറ്റിയുള്ള ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എന്നെ പറ്റിയുള്ള സ്പെസിഫിക് കോളിംഗ് എനിക്ക് അറിയില്ല എന്ന്. എന്നിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ബ്രദറെ, അത് അന്വേഷിച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. നിന്റെ ജീവിതത്തിൽ വിശുദ്ധ ജീവിതം ഇല്ലെങ്കിൽ വിശുദ്ധീകരണം എന്നുള്ള ആ പ്രോസസ്സ് മുമ്പോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ബൈബിൾ എഴുതപ്പെട്ടിരിക്കുന്ന ഇഷ്ടം നീ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദൈവത്തിനെ പറ്റിയുള്ള സ്പെസിഫിക് ഇഷ്ടം ദൈവത്തിന് തിരിച്ചറിയിക്കാനായിട്ട്, ദൈവത്തിന് വെളിപ്പെടുത്താൻ കഴിയുന്നു. അത് തന്നെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. എന്നാൽ ഞാനെന്ത് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് പറയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ ഡൂസ് ആൻഡ് ഡോൺസ്, ദൈവമായിട്ടുള്ള ബന്ധത്തിലുള്ള ഡൂസ് ആൻഡ് ഡോൺസിൽ ആദ്യത്തെ കാര്യം പറഞ്ഞിരിക്കുകയാണ്, ഡു നോട്ട് ബി കൺഫേം ടു ദിസ് വേൾഡ്. ഈ ലോകത്തിന് അനുരൂപരാകരുത് എന്നുള്ളതാണ്. ഡു നോട്ട് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അന്നേരം പറയുകയാണ്, എങ്ങനെയാണ് അനുരൂപരാകരുത് എന്ന് പറഞ്ഞത്? പുറമേയുള്ള അനുരൂപത്തിന്റെ കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്, അകമേയുള്ളൊരു അനുരൂപമാകലുണ്ട്. ഈ അകമേയുള്ള അനുരൂപമാകലിൽ മാത്രമാണ് പുറത്തേക്ക് വരുമ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അകമേ അനുരൂപരാകരുത്, ഡു നോട്ട് ബി കൺഫേം ടു ദിസ് വേൾഡ് എന്ന് പറഞ്ഞിട്ട് പറയാണ്, ബട്ട് ബി ട്രാൻസ്ഫോംഡ് ബൈ റിന്യൂവിങ്. പറഞ്ഞു, ഞാൻ ഇംഗ്ലീഷ് വായിക്കുന്നത് അത് കുറച്ചുകൂടി ക്ലിയർ വാക്യങ്ങളായതുകൊണ്ട്. ഈ ലോകത്തിന് അനുരൂപമാകാതെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും എന്നാണ്. അന്നേരം അനുരൂപരാകരുതെന്ന് പറഞ്ഞിരിക്കുകയാണ് ഒരു കാര്യത്തിനെ പറ്റി, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുമെന്ന് പറഞ്ഞു. അനുരൂപരാകരുതെന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനോടാണ്? ഈ ലോകത്തിനോടാണ്. അന്നേരം കാരണം എന്താണ്? നമ്മളെ ഈ ലോകത്തിൽ നിന്ന് കർത്താവ് വിളിച്ച് വേർതിരിച്ചവരാണ്.
അതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഒരു ഓട്ട മത്സരം എന്ന് പറയുമ്പോൾ അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്ന പോലെ നമ്മൾ അതിൽ നിന്ന് മനസ്സിങ്ങനെ തിരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് രക്ഷിക്കപ്പെടുമ്പോൾ. രക്ഷിക്കപ്പെടുമ്പോൾ ഉടനെ തന്നെ ഈ കാര്യം സംഭവിക്കുന്നില്ല, നമ്മുടെ മനസ്സ് മാറ്റപ്പെടുന്നില്ല എന്നതിന്റെ അർത്ഥം ഇവിടെ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. രക്ഷിക്കപ്പെടുമ്പോൾ ഉടനെ സംഭവിക്കുന്ന ചില, അല്ലെങ്കിൽ റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിൽ വളരെ വളരെ വിശദമായിട്ട് വിശദീകരിച്ചു. രക്ഷിക്കപ്പെടുമ്പോൾ ഉടനെ തന്നെ നമ്മുടെ പാപസ്വഭാവം നീക്കപ്പെടുന്നു, നമ്മൾ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മൾ സ്വതന്ത്രരാകുന്നു, നമുക്ക് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനായിട്ട് ദൈവം നമ്മളെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രരാക്കി ദൈവത്തിന്റെ ദാസന്മാരാക്കി മാറ്റുന്നു. എന്നാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ട കാര്യം. അത് സാധിക്കുകയും ചെയ്യും. അത് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് സാധിക്കുകയില്ലായിരുന്നു. റോമാലേഖനം 7-ാമത്തെ അധ്യായത്തിൽ പൗലോസിന്റെ കോൺഫ്ലിക്റ്റ് അതായിരുന്നു. പൗലോസിന്റെ മനസ്സിന് ഒരു കാര്യം ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട്, എന്നാൽ ശരീരം അതിനനുസരിച്ചിട്ട് വർക്ക് ചെയ്യുന്നില്ല. എന്നിട്ട് അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ആണെങ്കിൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം പാപത്തിൽ നിന്ന് സ്വതന്ത്രനായ ഒരു വ്യക്തിക്ക് ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ചെയ്യാനായിട്ട് ദൈവം ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. ഇതൊന്നും പഴയ നിയമത്തിൽ ദൈവം ആവശ്യപ്പെട്ട ഒരു കാര്യമല്ല, പുതിയ നിയമത്തിൽ മാത്രം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. കാരണം യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിൽ കൂടി സാധ്യമായ ഒരു കാര്യമാണ്. നേരെ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ നേരെ പറഞ്ഞതിൽ ഇവിടെ. അന്നേരം ഒരു സ്ഥലത്തു നിന്ന് നമ്മുടെ മനസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിന് അനുരൂപമായിരുന്ന ആ മനസ്സ് രക്ഷിക്കപ്പെട്ടപ്പോൾ മുതൽ നമ്മൾ ആ അനുരൂപമാകാതെ ട്രാൻസ്ഫോംഡ് ആവുക. ഈ ട്രാൻസ്ഫോംഡ് ആവുന്നത് എന്തിലേക്കാണ് ട്രാൻസ്ഫോംഡ് ആവുന്നത്? അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ അത് റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ നമ്മൾ നേരത്തെ വായിച്ച വാക്യത്തിൽ പറയുന്നുണ്ട്. ട്രാൻസ്ഫോംഡ് ആകുന്നത് പുത്രന്റെ സ്വരൂപത്തോടാണ് ട്രാൻസ്ഫോം. ഇതേ കാര്യം തന്നെ കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് വേറൊരു രീതിയിൽ വിശദീകരിക്കുന്നുണ്ട്. 2 കൊരിന്ത്യർ അതിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. 16-ാമത്തെ വാക്യത്തിൽ ഇതേ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം പറഞ്ഞിരിക്കുന്നത് കർത്താവിലേക്ക് തിരിയുന്ന കാര്യമാണ്. മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങി. ഞാൻ അതിന്റെ വളരെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അവിടെ പറഞ്ഞിരിക്കുന്ന മൂടുപടം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന് മുകളിലുള്ള മൂടുപടമാണ്. അത് പാപഹൃദയമാണ്, അല്ലെങ്കിൽ പഴയ മനുഷ്യനാണ്. ആ മൂടുപടം നീങ്ങിപ്പോവുകയാണ്. അവിടെ ആ മൂടുപടം എന്ന് പറഞ്ഞാൽ തിരശ്ശീല നീങ്ങിപ്പോവുകയാണ്. എന്നിട്ട് കർത്താവിലേക്ക് തിരിയുമ്പോൾ കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവുണ്ടെന്ന് സ്വാതന്ത്ര്യമുണ്ടെന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള പാപത്തിൽ നിന്നുള്ള പരിപൂർണമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്, ആത്മാവിൽ നടക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യമാണ് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഇല്ലാതിരുന്നത്. ആ സ്വാതന്ത്ര്യത്തെ പറ്റിയാണ് റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിൽ പൗലോസ് വിശദീകരിക്കുന്നത്. അങ്ങനെ ആ സ്വാതന്ത്ര്യത്തിൽ കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ ഇവിടെയും ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഫ്രം ഗ്ലോറി ടു ഗ്ലോറി, we are being transformed into the same image from glory to glory, just as from the Lord the Spirit. അവിടെ പറഞ്ഞിരിക്കുന്നത് we are being transformed. ആ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് റോമാലേഖനം 12-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്, ബട്ട് ബി ട്രാൻസ്ഫോംഡ് ബൈ റിന്യൂവിംഗ്. ഇതാണ് ഇപ്പുറത്തെ സൈഡിൽ യേശു ക്രിസ്തുവിന്റെ സ്വരൂപമാണ്, ഇപ്പുറത്തെ സൈഡിൽ ലോകമാണ്. നമ്മുടെ മനസ്സ് ഈ രീതിയിൽ ഒരു ട്രാൻസ്ഫോർമേഷനിൽ കൂടി കടന്നു പോകണം. അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ദൈവവചനത്തിൽ കൂടി നമുക്ക് ട്രാൻസ്ഫോംഡ് ആവാനായിട്ട് കഴിയുന്നതാണ്. നമ്മുടെ ചിന്താഗതികൾ ട്രാൻസ്ഫോംഡ് ആകും. അങ്ങനെ ട്രാൻസ്ഫോംഡ് ആകുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ശരീരങ്ങളെ നമുക്ക് ജീവനും പ്രസാദവുമുള്ള, ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായിട്ട് സമർപ്പിക്കാനായിട്ട് കഴിയും. മാത്രമല്ല ദൈവത്തിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഇഷ്ടം നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ റോമാലേഖനം 8-28 വിശദീകരിച്ചപ്പോൾ പറഞ്ഞത് ആ പ്രീഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവം കഴുത്തിന് പിടിച്ചു കൊണ്ടു ചെല്ലുന്ന ഒരു കാര്യമല്ല, ദൈവം നമ്മളുടെ സഹകരണം ഇല്ലാതെ ചെയ്യുന്ന ഒരു കാര്യമല്ല. ദൈവം അതിനു വേണ്ടിയിട്ടാണ് നമ്മളെ പ്രീഡിസ്റ്റൈൻ ചെയ്തിരിക്കുന്നത്, നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നത് പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമാകാൻ വേണ്ടി. എന്നാൽ ആ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപം ആകണമെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ട കാര്യമാണ് റോമാലേഖനം 12-ാമത്തെ അധ്യായത്തിലും അതേപോലെ തന്നെ കൊരിന്ത്യർ ലേഖനത്തിലും പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരം നമ്മുടെ ജീവിതത്തിലാണ്. ഈ പ്രീഡെസ്റ്റിനേഷൻ എന്നുള്ള വാക്ക് ഞാൻ വിശദീകരിച്ചുകൊണ്ട് ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഈ ഒരു പ്രോസസ്സിൽ കൂടി നമ്മൾ അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാനായിട്ട് കഴിയും? ദൈവത്തിന് നമ്മളെ പറ്റി സ്പെസിഫിക് ആയിട്ടൊരു ഇഷ്ടമാണ്. അത് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. ഞാൻ പറയട്ടെ, രക്ഷിക്കപ്പെട്ടതിന് ശേഷം, ഞാൻ രക്ഷിക്കപ്പെടാതിരിക്കുന്നതിന് ആൾക്കാരെ പറ്റിയല്ല, രക്ഷിക്കപ്പെട്ടവർക്കുണ്ടാകാൻ സാധ്യതയുള്ള ഏറ്റവും വലിയൊരു റിഗ്രറ്റ് ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ദൈവം നമ്മുടെ അടുത്ത് പറയുകയാണ് നമ്മളെപ്പറ്റി ഈ ഭൂമിയിൽ ദൈവത്തിന്റെ പദ്ധതി ഉണ്ട്. സ്വർഗത്തിൽ പോകുന്നവരുടെ പദ്ധതിയല്ല, ഈ ഭൂമിയിൽ ചെയ്തു തീർക്കാൻ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ആൻഡ് യു മിസ്ഡ് ഇറ്റ്. നിങ്ങളുടെ ജീവിതത്തിൽ അത് ചെയ്യാതെ നിങ്ങളത് മിസ്സായി പോയി. നമ്മൾക്ക് പല കാര്യങ്ങളും അച്ചീവ് ചെയ്യാനായിട്ട് കഴിയും, നമ്മുടെ പല ലക്ഷ്യങ്ങളും നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് കഴിയും. അതിലൊന്നും തെറ്റൊന്നുമില്ല, അങ്ങനെയൊന്നും പൂർത്തീകരിക്കരുതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മുടെ രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ ചെയ്ത് നമ്മളുടെ പ്ലാനുകളും പദ്ധതിയും ഒക്കെ പൂർത്തീകരിച്ച് നമ്മൾ ഈ ഭൂമിയിൽ പല കാര്യങ്ങളും ചെയ്ത് തീർത്തിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ എത്തുമ്പോൾ ദൈവത്തിന്റെ പദ്ധതി നമ്മൾ ഭൂമിയിൽ ഫുൾഫിൽ ചെയ്തില്ല എന്ന് പറയുന്നത് വലിയൊരു റിഗ്രറ്റ് ആയി തീരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതൊരു വലിയൊരു
ഒരു വിഷമമായി തീരാനുള്ള സാധ്യത. അതുകൊണ്ടാണ് പൗലോസ് ഇവിടെ വെച്ച് പറഞ്ഞിരിക്കുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ആ വ്യക്തിയെ പറ്റിയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ദൈവഹിതം എന്താണ് എന്ന് തിരിച്ചറിയാൻ. കാര്യം ഇവിടെ അതിന്റെ കാരണമാണ് ഇവിടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞത്. എന്നിട്ട് അടുത്ത് ഞാൻ പറഞ്ഞു ഇത് ദൈവമായിട്ടുള്ള ബന്ധത്തിലാണ്. അടുത്തത് ദൈവസഭയുമായിട്ടുള്ള ബന്ധത്തിലേക്ക് പൗലോസ് പോയി. എന്നിട്ട് ഇങ്ങനെ ദൈവഹിതം തിരിച്ചറിയുന്ന ഒരു വ്യക്തിക്ക് ദൈവസഭ എന്ന ശരീരത്തിൽ ആ വ്യക്തിയുടെ റോള് തിരിച്ചറിയാനായിട്ട്, ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ആ റോള് തിരിച്ചറിയാനായിട്ട് കഴിയില്ല. നമ്മളൊരു പാസീവ് മെമ്പറെ പോലെ ചർച്ചിൽ പോരുകയും പാട്ട് പാടുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ട് നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകും. രക്ഷിക്കപ്പെട്ട ആൾക്കാരുടെ കാര്യത്തിൽ തന്നെ പറയുന്നത് ഞാൻ അനേക ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഒരു ലക്ഷ്യബോധവും ഇല്ലാത്ത. ലക്ഷ്യബോധം എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവിതത്തിൽ പല ലക്ഷ്യങ്ങളും ഉണ്ട്, പക്ഷെ ആത്മീയമായിട്ട് യാതൊരു ഡയറക്ഷനും ഇല്ലാതെ പോകുന്ന വിശ്വാസികൾ, അവര് അങ്ങനെ ആയിത്തീരുക എന്നുള്ളതാണ് പൗലോസോട് പറഞ്ഞത്. എന്നാലും അടുത്തത് ദൈവസഭയുമായിട്ടുള്ള ബന്ധത്തിലാണ്. ദൈവസഭയുമായിട്ട് ബന്ധത്തിൽ പറയുമ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഉണ്ടാകരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് നിഗളമാണ്. ഇതൊരു വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. ഒരു ദൈവസഭ എന്ന് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഒരു ഹാർമണിയിൽ ഒരു ശരീരമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ദൈവസഭയെ പറ്റിയാണ് അടുത്ത വാക്യത്തിൽ മുതൽ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഒരു ദൈവസഭ ഒരു ശരീരമായിട്ട് വർക്ക് ചെയ്യുന്നതിന് തടസ്സമാകാനായിട്ടുള്ള സാധ്യത എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഉള്ളിലെ നിഗളമാണ്. ഞാൻ എൻ്റെ ഇതുവരെയുള്ള ക്രിസ്തീയ എക്സ്പീരിയൻസിൽ കണ്ടിട്ടുള്ളത് ദൈവസഭയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന വ്യക്തികൾ, ഇടർച്ച ഉണ്ടാക്കുന്ന വ്യക്തികൾ, പ്രൈഡുള്ള വ്യക്തികൾ. അത് അനേക വാക്യങ്ങൾ വിശദീകരിക്കുകയാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് ആദ്യം പൗലോസ് പറയാണ്, ഭാവിക്കുന്നതിന് വേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധവാനും ഭാവിക്കണമെന്ന് എനിക്ക് ലഭിച്ച ദൈവകൃപയാൽ നിങ്ങളോട് ഓരോരുത്തരും പറഞ്ഞു. എന്നിട്ട് പറയാണ് നിങ്ങൾ ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ ഡു നോട്ട് തിങ്ക് മോർ ഹൈലി ഓഫ് യുവർ സെൽഫ്. നമ്മളെ തന്നെ പറ്റി തന്നെ വലിയ ചിന്തകൾ നമുക്ക് ഉണ്ടാകരുത്. അതുകൊണ്ടാണ് നമ്മൾ ഫിലിപ്പി ലേഖനം വായിക്കുമ്പോൾ ഇതേപോലെ തന്നെ ദൈവസഭയുടെ ഐക്യതയെ പറ്റി പറയുമ്പോൾ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റവനെ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ താഴേക്ക് വരുമ്പോൾ പൗലോസ് റോമാലേഖനത്തിൽ ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്, മറ്റൊരുവരെ ശ്രേഷ്ഠമായിട്ട് എണ്ണിക്കൊള്ളുക എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം. എന്നാലും ദൈവസഭയുടെ അടിസ്ഥാനപരമായിട്ട് ഓരോ വ്യക്തികൾക്കും ഉണ്ടാകേണ്ടത് താഴ്മ എന്നുള്ളത്. അത് ഭാവിക്കേണ്ടതിന് മുമ്പേ ഭാവിച്ചുയരരുത് എന്ന് പറഞ്ഞതിന് ശേഷം പൗലോസ് പറഞ്ഞിരിക്കുകയാണ് പിന്നെ ദൈവസഭയുമായിട്ടുള്ള ബന്ധത്തിൽ ഉള്ള ഡോൺസ് ആൻഡ് ഡൂസ്, ഇല്ലെങ്കിൽ ആ റിലേഷനെ പറ്റി പറയും. ആദ്യത്തെ ദൈവമായിട്ടുള്ള ബന്ധത്തിലുള്ള റിലേഷൻ ആയിരുന്നെങ്കിൽ അടുത്ത ദൈവസഭയുമായിട്ടുള്ള ബന്ധത്തിൽ. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ ദൈവഹിതം തിരിച്ചറിയുന്ന ഒരു വ്യക്തിക്ക് ആ വ്യക്തിക്ക് മനസ്സിലാവുകയാണ് ദൈവസഭയിൽ ആ വ്യക്തിയുടെ ശുശ്രൂഷ എന്താണെന്ന് മനസ്സിലാവുക. ഞാൻ ഒരു കാര്യം പറയുന്നത് മനസ്സിലാക്കണം, നമ്മളെപ്പറ്റി ദൈവത്തിനുള്ള ആ സ്പെസിഫിക് ശുശ്രൂഷ ചെയ്യാനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. എന്തെങ്കിലും ദൈവത്തിന് വേണ്ടി ചെയ്യുക എന്നുള്ളതല്ല, ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്യുക എന്നുള്ളതാണ് ദൈവത്തിന് പറഞ്ഞത്. അത് എന്തെങ്കിലും സ്പെക്ടാക്കുലർ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല. പലരും ചിന്തിക്കുന്നത് എന്തെങ്കിലും വലിയ കാര്യം ചെയ്യുന്നതാണ് ദൈവത്തിന് ഇഷ്ടമുള്ളതാണ്. അല്ല, ദൈവത്തിന് ഇഷ്ടം ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് തിരിച്ചറിയാനായിട്ടാണ് രണ്ടാമത്തെ വാക്യത്തിൽ ഒന്നാമത്തെ വാക്യത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ആ ഇഷ്ടത്തെ പറ്റി പറയുമ്പോൾ പൗലോസ് പറഞ്ഞിരിക്കുകയാണ്, ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ട്, അല്ലെ? എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ലതാണ്. ഇത് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ട്, എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തിയുണ്ട്. കൊരിന്ത്യർ ലേഖനം 12-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് വീണ്ടും വിശദീകരിക്കുന്നത്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അത് ഇതിന്റെ ഒരു എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നീട് അത് പോയി വായിച്ചു കൊടുത്തു. ഇതിനെപ്പറ്റി വേറെ ക്ലാസ്സുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. അത് കൂടുതൽ വിശദമായിട്ട് ദൈവസഭയുടെ പ്രവർത്തനത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പൗലോസ് പറയാണ്, ഒരു ശരീരത്തിൽ പല അവയവങ്ങളുണ്ട്, എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തിയുണ്ട്. നമ്മുടെ ഈ ബോഡിയിൽ വിസിബിൾ ആയിട്ടുള്ള അവയവങ്ങളുണ്ട്, ഇൻവിസിബിൾ ആയിട്ടുള്ള അവയവങ്ങൾ. പക്ഷെ എല്ലാ അവയവങ്ങൾക്കും ഒരു പ്രവൃത്തിയുള്ള അവയവങ്ങളാണ്. ആ പ്രവൃത്തി എന്താണെന്ന് ആ അവയവങ്ങൾക്ക് അറിയുകയും ചെയ്യാം, അത് മാത്രമേ ഇത് ചെയ്യാറുള്ളൂ. അല്ലാതെ എല്ലാ പ്രവൃത്തിയും എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ടൊന്നും ശ്രമിക്കുന്നില്ല. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ദൈവത്തിന് വേണ്ടി നമ്മൾ ചെയ്യാനായിട്ട്, എന്തെങ്കിലുമൊക്കെ ദൈവത്തോട് വേണ്ടി ചെയ്തില്ലെങ്കിൽ ഞാൻ പ്രയോജനപ്പെടത്തില്ല എന്നുള്ളതാണ് ആൾക്കാരുടെ ചിന്ത. എന്തെങ്കിലും വേണ്ടി ദൈവത്തിന്, ഇപ്പൊ എന്റെ കൈ എന്തെങ്കിലും തലയ്ക്ക് വേണ്ടി ചെയ്യാനായിട്ടല്ല തല ആവശ്യപ്പെടുന്നത്, കൈ ചെയ്യേണ്ട കാര്യം ചെയ്യാൻ വേണ്ടിയില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതൊരു ന്യൂസൻസ് ആയിരിക്കും തലയ്ക്ക്, അല്ലെ? നേരം തല വേണേ പറയും, നീ ഒന്ന് ചുമ്മാതിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് വേണേ പറയും, അല്ലെ? ചില ആൾക്കാർ ന്യൂസൻസ് ആവുന്ന അങ്ങനെയാണ്. ദൈവ വേല എന്ന് പറഞ്ഞ് ന്യൂസൻസ് ആവുന്നവരുണ്ട് എന്തെങ്കിലുമൊക്കെ. എന്നിട്ട് ഞാൻ മുമ്പോട്ട് ഞാൻ സമയക്കുറവുണ്ട്, പെട്ടെന്ന് പോവാണ്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തിയുണ്ട്, എന്നാൽ ഒരു കാര്യമുണ്ട്, എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ല താനും. അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും തമ്മിൽ എല്ലാവരും അവയവങ്ങളാണ്. പൗലോസ് പറയാണ്,
ആദ്യം പൗലോസ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ശരീരത്തെ പറ്റി. രണ്ടാം ഭാഗത്ത് വരുമ്പോൾ പൗലോസ് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിന്റെ ശരീരത്തെ പറ്റിയാണ്. എന്താണ് ഇത് നമ്മളുടെ കണക്ഷൻ? നമ്മൾ നമ്മുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് സമർപ്പിക്കുകയും നമ്മൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ഹിതം നമുക്ക് തിരിച്ചറിയുകയും നമുക്ക് ക്രിസ്തുവിന്റെ ശരീരത്തിൽ ഒരു അവയവമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് കഴിയും. ഇല്ലെങ്കിൽ നമ്മൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നില്ല, ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയുന്നില്ല, നമ്മുടെ ജീവിതത്തിലെ വിശദീകരണം നടക്കുന്നില്ല എങ്കിൽ, നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുന്നില്ല എങ്കിൽ നമുക്ക് ക്രിസ്തുവിന്റെ ശരീരത്തിലെ അവയവമായിരിക്കാം നമ്മൾ, പക്ഷെ അവയവമായിട്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് കഴിയും. ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവമാവുന്നത് എങ്ങനെയാണ്? ഇത് കൊരിന്ത്യർ ലേഖനം 12-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ബൈ വൺ ബാപ്റ്റിസം വി ഓൾ ആർ ബാപ്റ്റൈസ്ഡ് ഇൻ ടു ക്രൈസ്റ്റ്. അത് വേണമെങ്കിൽ നമുക്ക് എടുത്തുനിന്ന് വായിക്കാം. കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യൻസ് അതിന്റെ 12-ാമത്തെ അധ്യായം, 12-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. 12-ാമത്തെ വാക്യത്തിൽ ഇതേ കാര്യമാണ് അവിടെ ഇരിക്കുന്നത്. ശരീരമൊന്നും അതിന്റെ അവയവം പലതും, ശരീരത്തിന്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരവും ആയിരിക്കുന്ന പോലെയാകുന്നു ക്രിസ്തുവിന്റെ ശരീരം. എന്നോട് പറയണ യഹൂദന്മാരോ യവന്മാരോ ദാസന്മാരോ സ്വതന്ത്രരായ നാം എല്ലാവരും ഏക ശരീരമാകുമാർ ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തിരിക്കും. അന്നേരം നമ്മൾ ഈ ശരീരത്തിന്റെ ഭാഗമായത് നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടല്ല, നമ്മൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തുകൊണ്ടല്ല, നമ്മൾ വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ടല്ല, നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞുകൊണ്ടൊന്നും അല്ല നമ്മൾ ഈ ശരീരത്തിന്റെ ഭാഗമായത്. ഇറ്റ് ഈസ് ബൈ വൺ ബാപ്റ്റിസം വി ഓൾ ആർ ബാപ്റ്റൈസ്ഡ് ഇൻ വൺ ബോഡി. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ കൂടി നമ്മൾ ആ ഒരു സ്നാനത്തിൽ കൂടി കർത്താവിന്റെ ശരീരത്തോട് ഭാഗമായി തീർന്നു. അതാണ് ഓർക്കുന്നത്. അങ്ങനെയാണ് ശരീരത്തിന്റെ ഭാഗമായി തീർന്നത്. എന്നാൽ ശരീരത്തിന്റെ ഭാഗമായി തീർന്ന വ്യക്തികൾക്ക് ആ ശരീരത്തിലെ ഫംഗ്ഷൻ മനസ്സിലാകണം, ആ തല പറയുന്നത് മനസ്സിലാക്കാനാണ്. ഇല്ലെങ്കിൽ ആ ശരീരത്തിൽ ഒന്നുകിൽ ആ ശരീരത്തിലെ ഒരു ന്യൂയിസൻസ് ആയി ആ ശരീരം അവയവം മാറും, ഇല്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ലാത്ത ഒരു തളർന്ന അവയവം പോലെ അവയവമായി. അതുകൊണ്ടാണ് ഈ ആദ്യത്തെ ഭാഗം പറഞ്ഞതിന് ശേഷം രണ്ടാമത്തെ ഭാഗം പറഞ്ഞത്. എന്നിട്ട് ആ ശരീരത്തിലെ ഫംഗ്ഷനെ പറ്റി പറയുകയാണ്. എല്ലാ കാര്യങ്ങളും പറയുന്നില്ല, കുറച്ച് കാര്യങ്ങൾ പറയുന്നു. ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തം, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ ശരീരവുമായിട്ട് ബന്ധത്തിൽ നമ്മൾക്ക് നിൽക്കുമ്പോൾ ആ ശരീരത്തിൽ നമുക്ക് ലഭിക്കുന്ന ആ ഒരു കൃപയ്ക്കൊത്തം, അല്ലെങ്കിൽ ശരീരത്തിൽ നമുക്ക് ലഭിക്കുന്ന ആ ഒരു രക്തത്തിന്റെ ആ ഒരു ഓട്ടത്തിനകത്താണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് കഴിയും. ഇത് എല്ലാ ലേഖനങ്ങളിലും പൗലോസ് വിശദീകരിക്കുന്ന ഒരു പ്രിൻസിപ്പിളാണ്. അപ്പോൾ അങ്ങനെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് കൃപ ലഭിക്കുകയാണ്. ഓരോ പ്രവൃത്തിക്കും നമുക്ക് കൃപ ലഭിക്കുകയാണ്. ആ കൃപയിലാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്, അല്ലാതെ നമ്മുടെ ശക്തിയിലല്ല. നമ്മുടെ ശക്തിയിൽ നമുക്ക് കർത്താവിന്റെ ശരീരത്തിൽ ഒന്നും ചെയ്യാനായിട്ട് കഴിയുന്നില്ല. എന്നിട്ട് നമുക്ക് ലഭിച്ച കൃപയ്ക്ക് ഒത്തവണ്ണം വെവ്വേറെ വരമുള്ളത്. എന്നിട്ട് ഓരോരുത്തർക്കും ഓരോ വര. കൃപ ഒന്നാണ്, പരിശുദ്ധാത്മാവ് ഒന്നാണ്, എന്നാൽ വെവ്വേറെയാണ് പ്രവൃത്തികളും വരങ്ങളും. എന്നിട്ട് പറയാണ് പ്രവചനമെങ്കിൽ ചിലർക്ക് പ്രവചനമാണ്. പ്രവചനം എന്ന് പറഞ്ഞാൽ ഭാവി പറയുന്ന പ്രവചനമല്ല. ഞാൻ എന്റെ വിശദീകരണത്തിലേക്ക് പോകാൻ എനിക്ക് സമയമില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്ന പ്രവചനമാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തോണം, ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ, ഉപദേശിക്കുന്നവൻ ഉപദേശത്തിൽ, പ്രബോധിപ്പിക്കുന്നവൻ പ്രബോധനത്തിൽ, ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ, ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ, കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ. എന്നിട്ട് ഞാൻ നമുക്ക് ഇതിന്റെ വിശദീകരണം ആവശ്യമില്ലാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അതായത് പരിശുദ്ധാത്മാവിന്റെ കൃപയ്ക്കനുസരിച്ചിട്ട് ഓരോരുത്തർക്കും ഓരോ ഫംഗ്ഷൻ. ഈ ഒരു ഫംഗ്ഷനും ഒരു ഫംഗ്ഷനേക്കാൾ വലിയതൊന്നുമല്ല. ബൈബിൾ ഓരോ അപ്പോയിന്റ്മെന്റ് ഉണ്ട്, അതേപോലെ തന്നെ കൃപാവരങ്ങളുണ്ട്. കൃപാവരങ്ങളിൽ ഈ പറഞ്ഞിരിക്കുന്നത് ഒന്നും ഒന്നിനേക്കാൾ വ്യത്യസ്തമല്ല, ഒന്നിനേക്കാൾ മുകളിലല്ല. ഓരോന്നിനും വ്യത്യസ്തമായിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ടെന്നേ ഉള്ളൂ. അന്നേരം പ്രവചിക്കുന്നവനായിക്കോട്ടെ, ഉപദേശിക്കുന്നവനായിക്കോട്ടെ, പ്രബോധിപ്പിക്കുന്നവനായിക്കോട്ടെ, പ്രവചിക്കുക, പ്രബോധിപ്പിക്കുക, ഉപദേശിക്കുക എന്നുള്ളതൊക്കെ മൂന്ന് കാര്യങ്ങളാണ്. ഞാനിത് വേറൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അല്ല, മൂന്നും ഒരേ കാര്യമല്ല. എന്നിട്ട് പറയുകയാണ് ഇത് മൂന്നും ദൈവസഭയിൽ നടക്കുന്നതാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? പ്രവചനവും പ്രബോധനവും ഉപദേശവും, ഇത് മൂന്നും ദൈവസഭയിൽ നടക്കേണ്ടതാണ്. ഇതെല്ലാം ദൈവത്തിന്റെ കൃപയിൽ അതിന്റെ ആ വരം ലഭിച്ചവരാണ് ചെയ്യുന്നത്, അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചെയ്യേണ്ടതല്ല. ചിലപ്പോൾ നമുക്ക് ചെയ്യേണ്ടി വന്നേക്കാം അത്യാവശ്യത്തിന്. പക്ഷെ നമ്മളുടെ ഫംഗ്ഷൻ, നമ്മളുടെ കോളിംഗ് നമുക്ക് സ്പെസിഫിക് ആയിട്ട് മനസ്സിലായി കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങൾ എഫക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ചെയ്യാനായിട്ട് കഴിയും. എന്നിട്ട് ഞാൻ പറയട്ടെ, എന്റെ കൈയിലേക്ക് രക്തത്തിന്റെ ഓട്ടം ഇല്ലെങ്കിൽ എനിക്ക് കൈ ഫംഗ്ഷൻ ചെയ്യാനായിട്ട് കഴിയത്തില്ല. എന്നാൽ കൈയിലേക്ക് രക്തത്തിന്റെ ഓട്ടം വരുമ്പോൾ ഞാൻ ഈ കൈയായിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്, കാലായിട്ടല്ല ഫംഗ്ഷൻ ചെയ്യുന്നത്. അതേപോലെയാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, നമുക്ക് കൃപ ആവശ്യമാണ്, പക്ഷെ നമ്മുടെ സ്പെസിഫിക് കോളിംഗ് മനസ്സിലായിട്ട് നമുക്ക് ആ കൃപയിൽ പ്രവർത്തിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ, അങ്ങനെ വരുമ്പോൾ പറയുകയാണ് ഓരോ കാര്യങ്ങളും അവിടെ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ എവിഡന്റ് ആയിട്ടുള്ളതാണ്, ചില കാര്യങ്ങൾ എവിഡന്റ് അല്ല. ദാനം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് എല്ലാവരും കാണുന്ന പോലെയല്ല ഒരു വ്യക്തി ദാനം ചെയ്യുന്നത്, അല്ലെ? അതേസമയം പ്രവചിക്കുക എന്നുള്ളതും പ്രസംഗിക്കുക എന്നുള്ളതും ഉപദേശിക്കുക എന്നുള്ളതും പുറത്ത് കാണുന്ന പോലെയാണ്. അന്നേരം പുറത്ത് കാണുന്നോ പുറത്ത് കാണുന്നില്ലയോ, ചെറുതാണോ വലുതാണോ, ഇതൊന്നും ഒരു വിഷയമല്ല. ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയും.
പലരും ചിന്തിക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ പോയി സുവിശേഷ വേല ചെയ്താൽ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പ്രസാദമായിട്ടുള്ള, അത് ദൈവം വിളിച്ചെങ്കിൽ മാത്രമേ അത് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അങ്ങനെ വിളിച്ചില്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ പോകുന്നത് വേസ്റ്റ് ആണ്, ദൈവവേലയ്ക്ക് അത് ദോഷവുമായി തരും. ഞാനിന്റെ വിശദീകരണത്തിലേക്കൊന്നും പോകുന്നില്ല, ദൈവവേലയുടെ ഡീറ്റെയിലേക്കൊന്നും പോകുന്നില്ല. അതേസമയം ഒരു വീട്ടിൽ അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഒരു വീട്ടമ്മയ്ക്ക് നോർത്ത് ഇന്ത്യയിൽ പോയി സുവിശേഷ വേല ചെയ്യുന്ന അതേപോലെ തന്നെ ആ വ്യക്തികൾ അത്ര തന്നെ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയും. കാരണം എന്താണ്? ആ സ്ത്രീ, ആ വീട്ടമ്മയെ നോർത്ത് ഇന്ത്യയിൽ പോകാനായിട്ട് ദൈവം വിളിച്ചിട്ടില്ല. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ പലപ്പോഴും ഈ പ്രവൃത്തിയുടെ വലുപ്പം കണ്ടിട്ടാണ് ഭയങ്കര വലിയ ശുശ്രൂഷ എന്ന് പറയുന്നത്. ദൈവം അങ്ങനെയല്ല കാണുന്നത്. ദൈവം പറയുന്നത് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. കർത്താവ് പറയുന്നത് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ പറ്റിയുള്ള ഉദ്ദേശം. നോർത്ത് ഇന്ത്യയിൽ പോകാൻ വിളിച്ചവൻ നോർത്ത് ഇന്ത്യയിൽ പോകട്ടെ, വീട്ടിലിരിക്കാൻ വിളിച്ചവൻ വീട്ടിലിരിക്കട്ടെ. ജോലി വിടാൻ ദൈവം വിളിച്ചവനെ ജോലി വിടാൻ പാടുള്ളൂ. ജോലി ചെയ്യാൻ ദൈവം വിളിച്ചവൻ ജോലി വിടാൻ പാടില്ല. ഇത് നമ്മൾ പലപ്പോഴും ചില കാര്യങ്ങൾ കണ്ടിട്ട് ഭയങ്കര വർക്കാണ്, ഭയങ്കര കാര്യമാണെന്ന് നമ്മൾ ചിന്തിക്കും. ദൈവം ഇങ്ങനെയൊന്നും അല്ല കാണുന്നത്, ചിന്തിക്കുന്നത്. ഇല്ല, അങ്ങനെ മാത്രമേ പ്രവർത്തിക്കാനായിട്ട് കഴിയത്തുള്ളൂ, അങ്ങനെ മാത്രമേ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഭരിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഭരിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് ബാക്കിയുള്ള ശുശ്രൂഷയുമായിട്ട് ചേർന്നിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ലീഡ് ചെയ്യുക എന്ന് പറഞ്ഞിരിക്കുന്നത്. അന്നേരം അല്ലാതെ ലീഡ് ചെയ്യുന്ന ഒരു വ്യക്തി വലിയ ആളാണെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ മുമ്പോട്ട് പോട്ടെ. അന്നേരം ഇത് ദൈവസഭയുടെ ഫംഗ്ഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവസഭ എന്ന് പറയുന്നത് ഒരു ശരീരം വർക്ക് ചെയ്യുന്ന പോലെ വർക്ക് ചെയ്യേണ്ടതാണ്. അങ്ങനെയുള്ള ദൈവസഭകൾ ഇന്ന് കാണാനായിട്ടില്ല എന്ന് പറയുന്നത് തെറ്റാണ്, സോറി, കാണാൻ വളരെ വളരെ റെയറാണ്. പലയിടത്തും എന്താണ് ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവസഭയെ പറ്റിയുള്ള ഒരു റിയൽ പിക്ചർ പല ദൈവസഭയുടെ ലീഡേഴ്സിനുമില്ല, എൽഡേഴ്സിനുമില്ല. അതാണ് അടിസ്ഥാനപരമായിട്ടുള്ളത്. ഞാൻ ഇന്നുവരെ കണ്ടിട്ടുള്ള ഏറ്റവും റെയറായിട്ട് കണ്ടിട്ടുള്ള ഒരു കാര്യം, റിയൽ ആയിട്ടുള്ള ദൈവസഭയെ പറ്റി, ഒരു ശരീരം എന്ന നിലയിലുള്ള ദൈവസഭ വർക്ക് ചെയ്യുന്നതിനെ പറ്റി കാഴ്ചപ്പാടുള്ള ദൈവദാസന്മാർ പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ദൈവസഭകൾ ഒരു ശരീരമായിട്ട് വർക്ക് ചെയ്യാത്തത്. ഞാനത് ദൈവസഭയെ പറ്റിയുള്ള ഒരു വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകാനായിട്ട് എനിക്ക് സമയമില്ല. ഈ ഒരു വേർഡ് ബൈ വേർഡ് ആയതുകൊണ്ട് അടുത്ത ഭാഗത്തിലേക്ക് കടക്കൊണ്ട് ഞാൻ അതിലേക്ക് പോകും. ഇങ്ങനെ ഒരു ശരീരം വർക്ക് ചെയ്യുന്ന പോലെ ഒരു ഹാർമോണിയസ് ആയിട്ട് ദൈവസഭ വർക്ക് ചെയ്യണമെന്നും, അങ്ങനത്തെ ദൈവസഭ കൂടി വരുമ്പോൾ അതേപോലെ ദൈവത്തിന്റെ ഒരു ശരീരത്തിന്റെ ഫംഗ്ഷൻ പോലെ വർക്ക് ചെയ്യണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. ആ ദൈവസഭയെ പറ്റിയാണ് പൗലോസ് പറയുന്നത്. ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ ആത്യന്തികമായിട്ടുള്ള പദ്ധതി എന്ന് പറഞ്ഞത് ദൈവസഭയാണ്, അല്ലാതെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള നമ്മുടെ വിശുദ്ധീകരണമല്ല. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വിശുദ്ധീകരണവും ദൈവസഭയുമായിട്ടുള്ള ബന്ധത്തിലല്ലാതെ നടക്കുകയില്ല. അതൊരു തെറ്റായിട്ടുള്ള ധാരണയാണ്. വ്യക്തിപരമായിട്ടുള്ള വിശുദ്ധീകരണം എന്നൊരു കാര്യം ദൈവസഭയുമായിട്ടുള്ള ബന്ധത്തിൽ മാത്രമേ നടക്കുകയുള്ളൂ. അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള വിശുദ്ധീകരണം നടക്കുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും ദൈവസഭയിൽ ഒരു അവയവമായിട്ട് പ്രവർത്തിക്കുകയും ദൈവത്തിന് പ്രയോജനകരമായിട്ട് ഉപയോഗിക്കപ്പെടുകയും ചെയ്യും. ഓക്കെ, ഞാൻ മുമ്പോട്ട് പോട്ടെ. അടുത്ത വാക്യം മുതൽ ഞാൻ പറഞ്ഞല്ലോ, 9ാമത്തെ വാക്യം മുതൽ ദൈവസഭയിൽ അന്യോന്യമുള്ള വ്യക്തികൾ തമ്മിലുള്ള, ഇത് ഒരു പൊതു ശുശ്രൂഷയിലേക്ക് വരുന്ന കാര്യമാണ് 8 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞെങ്കിൽ, 9 മുതൽ അന്യോന്യമുള്ള കാര്യമാണ് പറഞ്ഞത്. അന്യോന്യമുള്ള കാര്യം പറയുമ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് സ്നേഹം നിർവ്യാജമായിട്ട്, ഹിപ്പോക്രസി എന്നുള്ളതാണ് ആദ്യത്തെ ദൈവം വെറുക്കുന്ന ഒരു കാര്യം. ദൈവം ഏറ്റവും വെറുക്കുന്ന ഒരു കാര്യമാണ് ഹിപ്പോക്രസി. അത് ദൈവസഭയിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മുടെ സ്നേഹം വ്യാജത്തിന്റെ, നമുക്കുള്ളൊരു കാര്യം മറച്ചു വെച്ചുകൊണ്ടുള്ള ആക്ടിങ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഇതൊരു ഡേഞ്ചറാണ്. അന്നേരം പറഞ്ഞിരിക്കുകയാണ് സ്നേഹം നിർവ്യാജമായിട്ട്, ലവ് ബി വിത്തൗട്ട് ഹിപ്പോക്രസി. അന്നേരം ശരിയായിട്ടുള്ള ലവ് ആണെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അത് കറക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിലൊക്കെ വരുമ്പോൾ സ്നേഹത്തിന്റെ കാര്യം പറയുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, സ്നേഹം പറയുമ്പോൾ നിറത്തെല്ലാം ഒരു ശിക്ഷണത്തിന്റെ കാര്യവും കറക്ഷനും ഒക്കെ പറഞ്ഞിരിക്കുന്നു. അന്നേരം ഒരു കറക്ഷനും ഒന്നുമില്ലാത്ത ഒരു ഹിപ്പോക്രിറ്റിക്കൽ ലവ്, ഇല്ലെങ്കിൽ പുറമേ കാണിക്കുന്ന ഒരു ലവ് ആവരുത് എന്ന് പറഞ്ഞിട്ട് പറയാണ്, സ്നേഹം നിർജ്ജയമായിക്കോട്ടെ, തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളു. എന്നിട്ട് പറയാണ് സഹോദര പ്രീതിയിൽ സായി കൊണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നോട്ട്. ഇമ്മീഡിയറ്റ്ലി അന്യോന്യമുള്ള കാര്യം പറയുമ്പോൾ പൗലോസ് പറഞ്ഞിരിക്കുന്നത് സഹോദര പ്രീതിയെ പറ്റിയാണ്. നമ്മൾ എബ്രായ ലേഖനം 13ാമത്തെ അധ്യായം വായിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ആദ്യത്തെ തിയോളജിക്കൽ പാർട്ട് കഴിഞ്ഞതിന് ശേഷം ദൈവസഭയെ പറ്റി പറയുമ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് ബ്രദർലി ലവ് എന്നുള്ളത്, സഹോദര പ്രീതി, അന്യോന്യമുള്ള സഹോദര പ്രീതി. എന്താണ് ഇത് പറയുന്നതിന്റെ കാര്യം? ദൈവവുമായിട്ടുള്ള സ്നേഹത്തിലുള്ള ഒരു വ്യക്തി അത് വെളിപ്പെടുത്തുന്നത് മറ്റുള്ളവരുടെ സ്നേഹവുമായിട്ടുള്ള ബന്ധത്തിലാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ അടുത്ത് ഏറ്റവും വലിയൊരു കൽപ്പന ചോദിച്ചപ്പോൾ പറഞ്ഞത് ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഇമ്മീഡിയറ്റ്ലി പറഞ്ഞത്. അതിനോട് ചേർന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത് കൂട്ടുകാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞത്. പഴയ നിയമത്തിൽ തന്നെ ആ പ്രിൻസിപ്പിൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവന് കള്ളനാകുന്നു. അന്നേരം ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു, കർത്താവിന്റെ ഇഷ്ടം എനിക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്നുണ്ട്, ഞാൻ കർത്താവിനെ ഫോളോ ചെയ്യുന്നു എന്ന് പറയുകയും ഒരു സഹോദരനെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. ദൈവസഭയിലെ കാര്യമാണ് പറയുന്നത്. ദൈവസഭയോടുള്ള ബന്ധത്തിൽ സഹോദര പ്രീതി, സഹോദരനെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നു പറഞ്ഞത് തന്നെ കള്ളമാണ്. ഇതൊരു ടെസ്റ്റാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, പ്രാക്ടിക്കൽ ടെസ്റ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ശരിയാണോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുകയാണ് സഹോദര പ്രീതിയിൽ സായി കൊണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നോട്ട് കൊള്ളുവിൻ,
ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കും. കർത്താവിനെ സേവിക്കുമ്പോൾ ആത്മാവിൽ എരിവുള്ളവരായിട്ട് ഉത്സാഹത്തോടു കൂടി ആയിരിക്കണം, അല്ലാതെ സ്ലഗ്ലിഷ് ആയിട്ടായിരിക്കരുത്. ആശയിൽ സന്തോഷിപ്പിൻ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിപ്പിൻ, അതിഥി സൽക്കാരമായിരിക്കും. ഞാൻ ഈ പറയുന്നത് വിശദീകരിക്കുന്നില്ല, ഇത് എല്ലായിടത്തുള്ളതാണ്. എബ്രായലേഖനത്തിലേക്ക് വരുമ്പോഴേക്കും, എബ്രായലേഖനം 13-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഏകദേശം ഇതേപോലെ തന്നെ കാര്യങ്ങൾ കാണുന്നുണ്ട്. അവിടെ പറഞ്ഞിരിക്കുകയാണ് 13-ാമത്തെ അധ്യായത്തിന് 1-ാമത്തെ വാക്യം. പ്രാക്ടിക്കൽ കാര്യം പറയുമ്പോൾ എബ്രായലേഖനത്തിൽ തുടങ്ങുന്ന ഇങ്ങനെയാണ്: സഹോദരപ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്, അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിരിക്കുന്നുള്ളൂ. ഇവിടെയും പറഞ്ഞിരിക്കുന്നതാണ് സഹോദരപ്രീതി, അതിഥി സൽക്കാരം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടുകൾ ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ആയിരിക്കണം. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, പലയിടത്തും പല സഭകളിലും, ഞാൻ തന്നെ ആയിരുന്നു പല സഭകളിലും, ചില വീടുകൾ ഉണ്ടെന്ന് പോലും, ഇല്ലെങ്കിൽ അവരുടെ വീട് ഏതാന്ന് പോലും ബാക്കിയുള്ള സഹോദരന്മാർക്ക് അറിയില്ല. ഇല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ഒരിക്കൽ പോലും ഒരു മീറ്റിംഗ് പോലും നടത്താനായിട്ട് അവർ തയ്യാറായിട്ടില്ല. ഒരിക്കലും ഒരു ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞ ദൈവസഭ ഭവനം മറ്റുള്ളവർക്ക് വേണ്ടി തുറന്നു കൊടുക്കാനായിട്ട് ആൾക്കാർ തയ്യാറല്ല. ഇതൊക്കെ ഒരു ആത്മീയ ദൈവത്തെ സ്നേഹിക്കുന്നുള്ളതിന്റെ തെളിവായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ, മറ്റുള്ളവരുടെ കഷ്ടതയിൽ, ദൈവസഭയുള്ള കാര്യമാണ് അവരോട് പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങൾ കൂട്ടായ്മ കാണിപ്പിൻ. ദൈവസഭയിൽ ഒരു ആവശ്യം വരുമ്പോൾ, ശരീരത്തിന്റെ ഭാഗത്തിലുള്ള ഒരു അവയവത്തിന് ഒരു കഷ്ടം വരുമ്പോൾ, കൊരിന്ത്യലേഖനത്തിൽ പറയുന്നുണ്ട്, കൂട്ടായ്മ നമുക്ക് കാണിക്കണം. കഷ്ടതയിൽ അവരുടെ കൂടെ കരയുകയും, അവരോടുകൂടെ സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കുകയും, കരയുന്നവരോട് കരയുകയും ചെയ്യും. എന്നിട്ട് പറയുന്നത്, നിങ്ങളെ ഉപദ്രവിക്കുന്നതിനെ അനുഗ്രഹിപ്പിൻ, ശപിക്കാതെ അനുഗ്രഹിപ്പിൻ. എന്നിട്ട് ഇവിടെ ഈ വാക്യം വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഈ ദൈവസഭയിൽ എവിടെയാണ് നമ്മളെ ഉപദ്രവിക്കുന്നവരുണ്ടാകുന്നത്, അല്ലെ? ഇത് ഞാൻ പലപ്പോൾ ഇത് വായിച്ചപ്പം ആദ്യം ചിന്തിച്ചു, ഇത് ദൈവസഭയിലുള്ളവരെ പറ്റിയാണ് പറഞ്ഞത്, എനിക്ക് പുറത്തുനിന്നുള്ളവരെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. പുറത്തുള്ളവർക്കും ഇത് ഉണ്ടാവാം, പക്ഷെ ദൈവസഭയിൽ ഇതുണ്ട്. യഥാർത്ഥത്തിൽ കർത്താവിനെ സേവിക്കുന്ന വ്യക്തികൾക്ക് ദൈവസഭയിൽ നിന്ന് തന്നെ ഉപദ്രവം ഉണ്ടാവും, ജഡീകന്മാരിൽ നിന്ന് ഉപദ്രവം ഉണ്ടാവും. ഞാനത് വളരെ രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ അങ്ങനെയുള്ളവരുടെ അടുത്തുള്ള ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ് എടുക്കുന്നത്. ദൈവസഭയിലെ ജഡീകന്മാർ നമ്മളെ ഉപദ്രവിക്കുമ്പോൾ, നമ്മളെപ്പറ്റി പഴി പറയുമ്പോൾ, ഈ കാര്യങ്ങൾ പറയുമ്പോൾ എന്ത് ചെയ്യണം? അവരെ അനുഗ്രഹിപ്പിൻ എന്നാണ് പറയുന്നത്. ശപിക്കാതെ അനുഗ്രഹിപ്പിൻ. എന്നിട്ട് പറയുന്നത്, സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യും. തമ്മിൽ ഐക്യമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്ന് കൊള്ളുവിൻ, നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാരെന്ന് വിചാരിക്കും. വീണ്ടും പറയണം, ഇത് പൗലോസ് പറഞ്ഞു തുടങ്ങുമ്പോൾ പറഞ്ഞിരിക്കുന്നത് ഭാവിക്കേണ്ടതിന് ഭാവിച്ചു വരും എന്ന് പറഞ്ഞാൽ ദൈവസഭയുമായിട്ടുള്ള ബന്ധത്തെ പറഞ്ഞു. അത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ പൗലോസ് പറഞ്ഞിരിക്കുന്നത് വലിപ്പം ഭാവിക്കാതെ ഐക്യമത്യമുള്ളവരായി എളിയവരോട് ചേർന്ന്. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, ദൈവസഭയുടെ ഐക്യത്തെ തകർക്കുന്നത് നിഗളമാണ്, വലിപ്പം ഭാവിക്കുന്നത്. അതാണ് ദൈവം വെറുക്കുന്ന ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത്, ബാക്കി എല്ലാ പാപങ്ങളും. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഒരു പാപത്തിൽ വീണ് ബ്രോക്കണായി തകർച്ചയോടെ ദൈവത്തിന്റെ സന്നിധിയിൽ വരുന്നതാണ് പാപത്തിൽ വീഴാതെ നിഗളിയായിട്ട് ദൈവസഭയിൽ തുടരുന്നതിനേക്കാൾ നല്ലത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നീട് ചിന്തിച്ചു നോക്കിയാൽ മതി, ഞാൻ ഈ പറയുന്നത് ശരിയാണോ. ഒരു ബ്രോക്കൺനെസ്സിൽ, അതിന് ദൈവം ചിലപ്പോൾ നമ്മൾ ഒരു വീഴ്ച പറ്റിയിട്ടാണെങ്കിൽ, ഒരു ബ്രോക്കൺനെസ് ഉണ്ടായ ഒരു വ്യക്തി ദൈവസഭയിലുണ്ടെങ്കിൽ ആ വ്യക്തി ദൈവസഭയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല. അതേസമയം വളരെ വിശുദ്ധനായിട്ട് ജീവിക്കുന്നതെന്ന് വിചാരിക്കുകയും നിഗളമുള്ള ഒരു വ്യക്തി ദൈവസഭയുടെ ഐക്യത്തിന് എല്ലാ കാലത്തും തടസ്സമാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ ദൈവസഭയുടെ എൽഡേഴ്സ് ആണ് തിരിച്ചറിയണം, എവിടെയാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. അത് തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ട് പല സഭകളിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ഐക്യത നഷ്ടപ്പെടുന്നു, ഒരു ഹാർമണി നഷ്ടപ്പെടുന്നു. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് തമ്മിൽ ഐക്യമത്യമുള്ളവർ. അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനത്തിന് ഐക്യത്തിന്റെ കാര്യം പറയുമ്പോഴാണ് താഴ്മയുടെ കാര്യം പറഞ്ഞിരിക്കുന്നത്. അന്നേരം നിഗളം ദൈവസഭയുടെ ഐക്യത്തിന് തടസ്സമാണെങ്കിൽ, താഴ്മയാണ് ദൈവസഭയുടെ ഐക്യത്തിന് ഉപയോഗപ്പെടുന്നത്. അന്നേരം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ഒരു പാപത്തെക്കാൾ വലിയ കാര്യമാണ് ദൈവസഭയുടെ തകർച്ചയിൽ നമ്മുടെ നിഗളം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വിശുദ്ധിയിൽ ജീവിക്കുന്നുവെന്ന് അഹങ്കരിച്ചുകൊണ്ട് നിഗളിയായിട്ട് നടക്കുന്ന ഒരു വിശുദ്ധനേക്കാൾ ദൈവത്തിന് പ്രയോജനപ്പെടുന്നത് തകർന്ന ഒരു പാപത്തിൽ വീണ്ടാണെങ്കിലും തകർച്ചയോടുകൂടി തകർത്താവിന്റെ സന്നിധി വരുന്നതാണ്. ഞാനിതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല, ഞാൻ പോട്ടെ. എന്നിട്ട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവസഭ ഐക്യത്തിൽ പോകണമെങ്കിൽ നിഗളികൾ താഴ്മയിലേക്ക് വന്ന് കേൾക്കും. അതുകൊണ്ടാണ് തുടക്കത്തിലും അവസാനത്തിലും അത് പറഞ്ഞിരിക്കുന്നത്. പൗലോസ് 17-ാമത്തെ വാക്യം മുതൽ മറ്റുള്ളവരുടെ അടുത്തുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ ബന്ധപ്പെട്ടിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ആർക്കും, ഇവിടെ പറഞ്ഞിരിക്കുമ്പോൾ ജനറലി പറഞ്ഞിരിക്കും. മുകളിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പെന്ന് പറഞ്ഞ ദൈവസഭയിലുള്ള ഉപദ്രവിക്കുന്നവരെ പറ്റിയാണെങ്കിൽ, ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെ മുമ്പിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോട് സമാധാനം. എന്നാലും ഇതിവിടെ പറഞ്ഞിരിക്കുന്നത് പുറത്തുള്ള മനുഷ്യരെ പറ്റിയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പറയണം, ഒരാൾക്കും, ലോകത്തിലുള്ള ഒരാൾക്കും
നമുക്ക് വേണ്ടി നമുക്കെതിരെ തിന്മ ചെയ്ത ഒരാൾക്കെതിരെയും തിന്മ ചെയ്യരുത്. തിന്മ ചെയ്യാതെ സകല മനുഷ്യരെയും യോഗ്യമായത് മുൻകരുതി നിങ്ങളിൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കും. അന്നേരം രണ്ട് കാര്യങ്ങളുണ്ട്. തിന്മ ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുന്നത് അബ്സല്യൂട്ട് കമാൻഡ്മെന്റ്. ഒരാൾ നമ്മുടെ അടുത്ത് തിന്മ ചെയ്ത് കഴിഞ്ഞാൽ അതിന് പകരം നമ്മൾ തിന്മ ചെയ്യാൻ പാടില്ല. പക്ഷെ എല്ലാവരത്തും നമ്മൾക്ക് സമാധാനമായിട്ടിരിക്കാനായിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, കഴിയുമെങ്കിൽ നിങ്ങൾ ആവോളം സകല മനുഷ്യരോട് സമാധാനം. ഇംഗ്ലീഷ് പറഞ്ഞ ഇഫ് പോസിബിൾ സോ ഫോർ ആസ് ഇറ്റ് ഡിപ്പെൻഡ് ഓൺ യു ബി അറ്റ് പീസ് വിത്ത് എവരിവൺ. എന്താണ് ഞാൻ പറയുന്നത്? നമുക്ക് എല്ലാവരുടെ സമാധാനമായിട്ട്, ലോകത്തുള്ള എല്ലാവരുടെ സമാധാനമായിട്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഭാഗത്ത് ഒരു കാര്യം കൊണ്ട് സാധിക്കുന്ന കാര്യമുണ്ട്. നമ്മളൊരാളുടെ സമാധാനം വരുന്നാൽ പോലും ആ വ്യക്തിക്ക് നമ്മുടെ അടുത്ത് എതിർപ്പുണ്ടായിരിക്കാം. അതിനെ എല്ലാം കൊണ്ട് സോൾവ് ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ടൊന്നും പറ്റുന്നില്ല. നമ്മൾ ദൈവം പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ട. എല്ലാ വ്യക്തികളും നമ്മുടെ അടുത്ത് സമാധാനമായിരിക്കുമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ഈ ലോകത്തിൽ നമുക്ക് എതിർപ്പുള്ളവരുണ്ടായിരിക്കും, നമ്മളെ ഉപദ്രവിക്കുന്നവരുണ്ടായിരിക്കും, നമ്മുടെ ശത്രുക്കളുണ്ടായിരിക്കാം. അവരുടെ അടുത്ത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ആറ്റിറ്റ്യൂഡ് മാത്രമായിരിക്കും. നിങ്ങളാലാവോളം സകല മനുഷ്യരെടുത്തും സമാധാനം വരും. ഇത് പുറത്തുള്ളവരുടെ കാര്യമാണ്. എന്നിട്ട് പറയാണ്, പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുക്കുകയും പ്രതികാരമുള്ളത് ഞാൻ പകരം ചെയ്യുന്നു. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്, ആദ്യം പറഞ്ഞിരിക്കുന്നത് തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. രണ്ടാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് പ്രതികാരം ചെയ്യരുത്. ഇത് ആരുടെ ചെയ്യാൻ പാടില്ല. നമ്മൾക്ക് വേണ്ടി നമ്മൾ എന്ത് ഉപദ്രവം ചെയ്തു കഴിഞ്ഞാലും അവർക്കെതിരെ പ്രതികാരം ചെയ്യരുത്. കാരണം എന്താണ്? ഈ പ്രതികാരം ചെയ്യുക എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരൊറ്റ വ്യക്തിക്ക് മാത്രമേ അതിനുള്ള റൈറ്റ് ഉള്ളൂ. ആ റൈറ്റ് ദൈവത്തിനുള്ള റൈറ്റാണ്. ആ റൈറ്റിൽ നിങ്ങൾ കൈകടത്തരുതാണ്. ആ പ്രതികാരം ചെയ്യാനുള്ള കാര്യം ദൈവത്തിന് വിട്ടുകൊടുക്കുക. ദൈവം അത് ചെയ്തോളൂ. ദൈവം പ്രതികാരം ചെയ്യത്തില്ല എന്നൊന്നും ബൈബിൾ പറയുന്നില്ല. ദൈവമക്കളെ ഉപദ്രവിക്കുന്നവരെ ദൈവം പ്രതികാരം ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ചിലപ്പോൾ ഈ ഭൂമി വെച്ചായിരിക്കാം, ഇല്ലെങ്കിൽ നിത്യതയിലായിരിക്കാം. എങ്ങനെയായാലും ദൈവത്തിന്റെ വർക്ക് ദൈവം ചെയ്തു. അന്നേരം നമ്മൾ അതിൽ കയറി ഇടപെട്ട് നമ്മൾ പ്രതികാരം ചെയ്യാനായിട്ട് ദൈവത്തെ സഹായിക്കാനായിട്ട് നിൽക്കേണ്ട. അതിന് പകരം പറയാണ്, നിങ്ങൾ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിനുള്ള സ്പേസ് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം ഇത് ചെയ്തോളും, ഞാൻ പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? എന്നാൽ നീ നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്നാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിക്കാൻ കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നീ അവന്റെ മേൽ തീക്കനൽ കൊല്ലിക്കുമെന്ന് എഴുതിയിരിക്കുന്നല്ലോ. തിന്മയോട് തോക്കാതെ നന്മയാൽ തിന്മ. അന്നേരം ഇവിടെ പറഞ്ഞിരിക്കുന്നത് പുറത്തുള്ള ഒരു കാര്യമാണ്. അതാണ് ശത്രു എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അന്നേരം ശത്രുക്കൾ നമുക്ക് ഉണ്ടാകും എന്നുള്ളത് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. ശത്രുക്കളൊന്നും ഇല്ലാതിരിക്കുന്ന വ്യക്തികൾ, ദൈവമക്കൾക്ക് എങ്ങനെയായാലും ശത്രുക്കളുണ്ട്. അത് ഗിരിപ്രമാണത്തിൽ യേശുക്രിസ്തു പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കും. ഇതേ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നീ അവന്റെ മേൽ തീക്കനൽ കൊല്ലിക്കുന്നു ചെയ്യുന്നല്ലോ. തിന്മയോട് തോക്കാതെ. ഇവിടെ പൗലോസ്, ഞാൻ പറഞ്ഞല്ലോ, പൗലോസ് വ്യക്തിപരമായിട്ട് ദൈവമായിട്ടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾ, ദൈവസഭയിൽ വരുന്ന ശുശ്രൂഷയുമായിട്ടുള്ള ബന്ധകാര്യങ്ങൾ, ദൈവസഭയിൽ അന്യോന്യമുള്ള ബന്ധത്തിന്റെ കാര്യം, അടുത്തായിട്ട് പുറത്തുള്ളവരുടെ കാര്യം. അടുത്ത 13ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും ഗവൺമെന്റൽ അതോറിറ്റീസിനോടുള്ള നമ്മളുടെ ആറ്റിറ്റ്യൂഡ്. ഇത് എനിക്കത് എടുക്കാനായിട്ട് സമയമില്ല. ഞാൻ 13ാമത്തെ അധ്യായം കൂടി എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചാണ്. കാരണം ഇതുമായിട്ട് കണക്റ്റഡായിട്ട് വരുന്ന ഒരു കാര്യമാണ്. ദൈവമാണ് ഈ ഭൂമിയിലുള്ള എല്ലാ അധികാരത്തെയും അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് പൗലോസ് പറയാം. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മളല്ല ഒരു അധികാരത്തെയും തിരഞ്ഞെടുക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ജനാധിപത്യ, രണ്ട് രീതിയിലുള്ള ഗവൺമെന്റ് ആണ് ഭൂമിയിലുള്ളത്. ഒന്ന് ഏകാധിപത്യ ഗവൺമെന്റുകൾ, രണ്ട് ജനാധിപത്യ ഗവൺമെന്റ്, ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ളതും ഇല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ആയിട്ടുള്ളതും. ഇത് രണ്ടാണെങ്കിലും ദൈവമാണ് അൾട്ടിമേറ്റ്ലി അപ്പോയിന്റ്മെന്റ് നടത്തുന്നത്. നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം, ചിലയിടത്ത് ഈ കാസ്റ്റിംഗ് വോട്ട് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പ്രസിഡന്റിന്റെ കാസ്റ്റിംഗ് വോട്ട് എന്ന് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. കാസ്റ്റിംഗ് വോട്ട് പ്രസിഡന്റ് ഇട്ട് കഴിഞ്ഞാൽ അത് ഈക്വലായിട്ട് വന്നു കഴിഞ്ഞാൽ കാസ്റ്റിംഗ് വോട്ട് ഇടുന്ന ആളാണ് ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്ട് ഭരണത്തിൽ വരുന്നത്. അന്നേരം നമ്മളൊക്കെ എത്ര വോട്ട് ചെയ്ത് കഴിഞ്ഞാലും, നമ്മളൊക്കെ എത്ര ഇലക്ഷൻ നടത്തി കഴിഞ്ഞാൽ, പങ്കെടുത്തു കഴിഞ്ഞാലും, നമുക്കൊക്കെ ആരൊക്കെ ജയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും കാസ്റ്റിംഗ് വോട്ട് ചെയ്യുന്നത് ദൈവമാണ്. അത് ഏകാധിപതിയാണെങ്കിലും ജനാധിപത്യത്തിലാണെങ്കിലും. അന്നേരം ദൈവം അപ്പോയിന്റ് ചെയ്ത ഒരു അധികാരം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവമക്കളുടെ ആറ്റിറ്റ്യൂഡ് ആ അധികാരത്തിന് പരിപൂർണമായിട്ടും കീഴടങ്ങുക എന്നുള്ളതും, ആ അധികാരത്തിന് എതിരി നിൽക്കരുത് എന്നുള്ളതും, ആ അധികാരത്തെ ബഹുമാനിക്കുക എന്നുള്ളതും. ഇത് എഴുതുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ക്രിസ്തീയ ചരിത്രത്തിൽ ഏറ്റവും ദുഷ്ടനായിട്ടുള്ള അധികാരി റോം ഭരിച്ചിരുന്നപ്പോൾ റോമിലെ വിശ്വാസികളുടെ പൗലോസ് എഴുതുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഗവൺമെന്റോ ഇതിലൊക്കെ ഭയങ്കര ദുഷ്ട ഗവൺമെന്റാണ്, അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യണം, അതിനെ ഇറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം, അത് വരാതിരിക്കാൻ വേണ്ടി ഉപവാസ പ്രാർത്ഥന, ഇങ്ങനത്തെ പല കാര്യങ്ങളും ദൈവസഭയെ കാണാറുണ്ട്. ഞാനിതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഞാനിത് വേറൊരു ക്ലാസ്സായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് എടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ BJP ഗവൺമെന്റ് ഒക്കെ വരുന്നതിന്റെ ഒക്കെ മുമ്പ് ആ സമയത്ത് എടുത്തു. ഞാനതിലേക്ക് പോകുന്നില്ല. ഞാനത് പിന്നീട് വേണമെങ്കിൽ വിശദീകരിക്കാം. ഒരു കാര്യം മാത്രമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ, ദൈവമാണ് അധികാരങ്ങളെ തീരുമാനിക്കുന്നത്, മനുഷ്യനല്ല. ഏത് അധികാരം, അത് ദുഷ്ടനാണെങ്കിലും നല്ലവനാണെങ്കിലും, ദൈവം അപ്പോയിന്റ്മെന്റ് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ
ദൈവമക്കളുടെ അതിനോട്ടുള്ള പ്രതികരണം കീഴടങ്ങുക, ദുഷിക്കരുത് എന്നുള്ളത്, ബഹുമാനിക്കുക എന്നുള്ളതാണ്. മുമ്പോട്ട് പോകുമ്പോൾ വിശദീകരിക്കണം. ഞാൻ എൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തിട്ട് സമയം മുമ്പോട്ട് പോയതുകൊണ്ട് ഞാൻ ആ ഭാഗം അടുത്ത വിഷയത്തിലേക്ക് വരുമ്പോൾ വിശദീകരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ പറഞ്ഞ പോലെ ഇതൊരു തിയോളജിക്കൽ ആയിട്ടുള്ള വലിയ കാര്യങ്ങളൊന്നും അല്ലാത്തതുകൊണ്ട് തിയോളജിക്കൽ ചോദ്യങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഉണ്ടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാം. പക്ഷെ ഇതെല്ലാം പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാം.